അപ്പോൾ ഈ പുസ്തകത്തിന്റെ വിശേഷത, ഈ പുസ്തകത്തിന് മാത്രമേ ഈ പേരുള്ളൂ, സത്യവേദ പുസ്തകം. വേറെ ഒത്തിരി വേദങ്ങളുണ്ട്, നമുക്കറിയാം, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചതാ, ചരിത്രത്തിലുണ്ടല്ലോ, 4 വേദം, 6 ശാസ്ത്രം, 18 പുരാണങ്ങളെന്ന. അപ്പോൾ പല വേദങ്ങളുണ്ട്, പക്ഷെ ഈ ഒരൊറ്റ വേദത്തിന് സത്യവേദ പുസ്തകം അങ്ങനെയുള്ള പേരുള്ളൂ. ഇനിയിപ്പം നമ്മളിത് കൂടെ പറയുമ്പോൾ ചില പുസ്തകങ്ങൾക്ക് സത്യ എന്ന് ചേർക്കാൻ സാധ്യത ഉണ്ട്. അങ്ങനെയാണല്ലോ ഇപ്പം കണ്ടുവരുന്നത്. ഓരോന്ന് ഇങ്ങനെ കണ്ട് പഠിക്കുക. നമുക്ക് സൺഡേ സ്കൂളുണ്ട്, ഇപ്പം ചിലർക്ക് സൺഡേ സ്കൂള് ഉണ്ട്. പണ്ട് നമ്മൾ ആ പ്രാർത്ഥനാലയം എന്ന് കൊടുത്തിരിക്കുന്നത്, ഇപ്പം ചിലർക്ക് നിങ്ങൾ ഈ കേരളത്തിലാണോ അതോ ലണ്ടനിലാണോ ഇരിക്കുന്നത്? ഇത് കണ്ട് ഒത്തിരി പേര്, അല്ല, നല്ല കാര്യം എല്ലാവരും പഠിക്കട്ടെ, നല്ലതല്ലയോ? എല്ലാവരും നന്നായി വരണം, അതിനല്ലേ യോഗം നടത്തുന്നത്. എല്ലാവരും നന്നാകണം. പക്ഷെ ഈ ഒരു പുസ്തകത്തിന് മാത്രമേ ഈ പേരുള്ളൂ, സത്യവേദ പുസ്തകം. കാരണം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമെല്ലാം സത്യമാണ്. ആകാശവും ഭൂമിയും ഒക്കെ മാറിപ്പോകും, ദൈവത്തിന്റെ വചനത്തിന്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരികയില്ല. ഇത് നമ്മുടെ കരത്തിൽ ലഭിച്ചത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. ഇതെടുക്കുവാനിടയായത് വലിയ ഭാഗ്യമാണ്. ഇത് പ്രസംഗിപ്പാൻ എൻ്റെ സഹപഠന്മാരോട് പറയാം, വലിയ പ്രാവീണ്യമൊന്നും നമുക്കില്ല, പ്രാസം ഒപ്പിച്ചൊന്നും പ്രസംഗിക്കാൻ നമുക്കറിയത്തില്ല, വലിയ തിയോളജി ഒന്നും നമുക്ക് അറിയത്തില്ല. തിയോളജി പഠിക്കുന്ന തെറ്റാന്നല്ല, പഠിക്കാവുന്നിടത്തോളം പഠിച്ചു. പക്ഷേ നമുക്ക് തിയോളജി, ന്യൂമറ്റോളജി, ആന്ത്രോപോളജി, എസ്കറ്റോളജി ഒന്നും അറിയത്തില്ലെങ്കിലും കൊത്തയാന്നേലും ഇതിനകത്ത് 10 വാക്യം പറയാൻ ലഭിച്ചത് വലിയ മഹാഭാഗ്യമാണ്. ഓരോ മുക്കിനും, ഓരോ കടത്തിണ്ടയിലും, ഓരോ ബസ് സ്റ്റോപ്പിലും, ഓരോ മരച്ചോട്ടിലും ആരുമില്ലെങ്കിലും നിന്ന് 2 വാക്യം പറയുന്ന വലിയ മഹാഭാഗ്യമാണ്. കാരണം ഇത് ദൈവത്തിന്റെ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. തേനിലും തേൻകട്ടയിലും മധുരമുള്ള ദൈവത്തിന്റെ വചനം, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവത്തിന്റെ വചനം, ഉലയിലൊരുക്കി ശുദ്ധ ചെയ്ത ദൈവത്തിന്റെ വചനം, അതിവേഗത്തിലോടുന്ന ദൈവത്തിന്റെ വചനം, വായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനം, നിന്റെ അണ്ണാക്കിനും മധുരമുള്ള ദൈവത്തിന്റെ വചനം. യേശു പറയുക, ഇപ്പോൾ സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാ, നിന്നെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ വചനം. ഓപട്ട വചനം തീ പോലെ, യിരെമ്യാവങ്ങനെ തീ പോലെ തകർക്കുന്ന ചുറ്റികയാകുന്ന ദൈവത്തിന്റെ വചനം. യെശയ്യാ പറയാ, എന്റെ വായിന്ന് പുറപ്പെടുന്നത് എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല, അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളത് നിവർത്തിക്കും. ഇന്ന് രാത്രി അതിവേഗത്തിലോടുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി 107-ാം സങ്കീർത്തനം പഠിപ്പിക്കുന്നത്, അവന്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി. ഇന്ന് രാത്രി രോഗപീഠകൾ വലകുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ രോഗത്തെ മൂർച്ഛിപ്പിക്കുകയല്ല, ഈ വചനം വന്ന് നിന്റെ അസ്ഥിക്കകത്ത്, രക്തത്തിനകത്ത്, മജ്ജയ്ക്കകത്ത് ഇതകത്ത് കയറി തുളച്ചു കയറി ഇന്ന് രാത്രി നിന്നെ സൗഖ്യം തന്ന് രോഗശാന്തി തന്ന് പറഞ്ഞു വിടുന്നത് ആ ദൈവത്തിന്റെ വചനം. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി. നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും, നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും, നിൻമധുരാമൃത വചനം ഭിന്നതയാകവെ പോകും. നിൻമധുരാമൃത വചനം ഭിന്നതയാകവെ. കാർമുകിൽ ഭീകരം ആയി വരും നേരം, കാർമുകിൽ ഭീകരം ആയി വരും നേരം, കാൺമതോ നിയമത്തില്ല, ആയതിൽ തീരുമൻ മരമോ, കാൺമതോ നിയമത്തില്ല, ആയതിൽ തീരുമൻ മഹിമയും പരമേശ, മഹിമേ സുമകേശ, മഹിമയും ഗ്ലോറി ശ്രദ്ധിക്കുക. ദൈവത്തിന്റെ വചനം ഇത് ഇളം പുല്ലിപ്പയ്ക്കുന്ന മഞ്ഞ് പോലെ, മാരി പോലെ ദൈവവചനം. ആ വചനം അവിടുത്തെ തൃക്കാലുകളിലിരുന്ന് പ്രാപിക്കുന്ന, ശ്രവിക്കുന്ന, കേൾക്കുന്നവരെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അപ്പൊ ഇത് നമുക്ക് ലഭിച്ചത് തന്നെ വലിയ മഹാഭാഗ്യമാണ്. ഇതെടുക്കുവാനും പറയുവാനും ഒക്കെ ദൈവം ഈ ആയുഷ് നമുക്ക് ഭാഗ്യം തന്നല്ലോ.
നമ്മളെക്കാൾ ജ്ഞാനമുള്ള, സൗന്ദര്യമുള്ള, കഴിവുള്ള ദൂതന്മാര് ഇതാഗ്രഹിച്ചു കൊടുത്തില്ല. എഹെസ്കേൽ പറയുമ്പോൾ ജ്ഞാനസമ്പൂർണരും സൗന്ദര്യ സമ്പൂർണരും പിന്നെ യെശയ്യാവും ഒക്കെ ചേർത്ത് പഠിച്ചാൽ കരുത്തുള്ളവരാ ദൂതന്മാര്. ഒരു ദൂതൻ ഇറങ്ങി 1,85,000 ഒറ്റയടിക്ക്. നമുക്കൊരു നീർക്കോലിയെ പോലും തല്ലിക്കൊല്ലാനുള്ള കെൽപ്പില്ല. ഇരിപ്പ് കണ്ട വലിയ ആള് കളിച്ചായിരിക്കുന്നത്. നാളെ ഒരാൾ പറഞ്ഞ് സൂസമ്മയെ പാമ്പ് തണ്ടെന്ന് പുള്ളി ഓടുക. സൂസമ്മയ്ക്ക് പിന്നെ ഇച്ചിരി കൽപ്പുള്ളത് കൊണ്ട് അടിച്ച് സൂസമ്മയെ പാമ്പ്. നമ്മുടെ ഇരിപ്പൊക്കെ കണ്ട നമുക്ക് വലിയ കെൽപ്പും. പക്ഷേ എനിക്കും നിങ്ങൾക്കും കാവലുള്ള ദൂതന്മാര്. ഒരു ദൂതൻ വന്ന് 1,85,000 അത്രയ്ക്ക് കരുത്താ. ലൂക്കോസിലൊക്കെ പഠിക്കുന്ന ശക്തിയും ബലവുമേറിയ ദൂതന്മാര്. ഇങ്ങനെ കരുത്തുള്ള ദൂതന്മാര് ജ്ഞാനസമ്പൂർണരും സൗന്ദര്യ സമ്പൂർണരും. അങ്ങനെയുള്ള ദൂതന്മാർക്ക് ഈ ശുശ്രൂഷ കൊടുത്തില്ല. ജ്ഞാനമില്ലാതിരുന്ന, സൗന്ദര്യമില്ലാതിരുന്ന, കഴിവില്ലാതിരുന്ന, കരുത്തില്ലാതിരുന്ന, എൻ്റെ ഭാഷ പറഞ്ഞാൽ പോഷരാകുന്ന നമ്മളെ ഈ ശുശ്രൂഷയ്ക്ക് തെരഞ്ഞെടുത്തു. ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ആമേൻ. ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. അതെ, അങ്ങനെയുള്ള ഈ സത്യവേദ പുസ്തകം, ഈ തിരുവചനം, ഇത് എടുത്തതും ശുശ്രൂഷിക്കുന്നതുമൊക്കെ വലിയ മഹാഭാഗ്യമാണ്. ഈ സത്യവേദ പുസ്തകം ആട്ടെ, ഇതിനകത്തെ പ്രതിപാദ്യ വിഷയം എപ്പോഴും പറയാനുള്ളതാ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയാണ്. ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിൻ്റെ രക്ഷ. എല്ലാവരും രക്ഷപ്പെടണം. തീത്തോസ് 2:11 എല്ലാവർക്കും അറിവുള്ള വാക്യമാണ്. എപ്പോഴും ഞാൻ വായിപ്പിക്കുന്നതാ. ഒന്നുകൂടെ ഒന്ന് വായിച്ചോ. നമ്മുടെ സുവിശേഷ യോഗമല്ലയോ, അപ്പോൾ അത് വായിക്കുന്നത് ഉചിതമാണ്. 2:11 വായിച്ചാട്ടെ സഹോദരി. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. അപ്പൊ ഇതിലെ പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയാണ്. നീ ഏത് മനത്തിലെയോ കുലത്തിലെയോ കുടുംബത്തിലെയോ നിറത്തിലോ ഒന്നും വിഷയമല്ല. ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയ കൃത്രിമങ്ങളാ. ദൈവത്തിന് ഇതൊന്നും വിഷയമല്ല. ആമൻ. ഏത് വ്യക്തിയാണേലും കൊള്ളാം, ആമൻ, ദൈവം നിന്നെ രക്ഷിക്കും. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. രക്ഷപ്പെടാൻ 5 പൈസ കൊടുക്കണ്ട, അരക്കാശ് കൊടുക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട, തുണിയും മണിയും കിണിയും ഒന്നും കൊടുക്കണ്ട. ആമൻ. കയ്യും പൊക്കണ്ട, കാലും പൊക്കണ്ട, അലറുകയും വേണ്ട, കൂവുകയും വേണ്ട, അട്ടഹസിക്കുകയും വേണ്ട, കോഴിയെ കൊല്ലണ്ട, ഏത്തവാഴ വെട്ടണ്ട, പൂവൻ വാഴ വെട്ടണ്ട, അരി കൊടുക്കണ്ട, ആമൻ, തേങ്ങ കൊടുക്കണ്ട, ആമൻ, തുണി കൊടുക്കണ്ട, എണ്ണ കൊടുക്കണ്ട, ആമൻ, വസ്തു കൊടുക്കണ്ട, സ്വോത്രകാഴ്ചയും കൊടുക്ക. ഇവിടെ പിന്നില്ലായിരുന്നല്ലോ, അല്ലയോ? നന്നായി. ഇതൊന്നും കൊടുക്കണ്ട. നമ്മുടേതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ഓളെ ഒരു വാക്യം വായിച്ചോ. ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ ഗുണവുമില്ല. മീക 6:6 വായിര്. അറിവുള്ള വാക്യമായെങ്കിലും വായിച്ചോ. മീക 6:6 പെട്ടെന്ന് വായിച്ചോ. എന്തൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്നു. എന്തോന്നും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്? ദൈവസന്നിധിയിലോട്ടെ. എന്തോന്നും കൊണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുമെന്ന്. വായിരേ. എന്തൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ മുൻപാകെ കുമ്പിടേണ്ടു. എന്തുവായിട്ട് ചെന്ന് അങ്ങോട്ട് ചെന്ന് കുമ്പിടുന്നത്? അടുത്ത വാക്യം. ഞാൻ ഹോമയാഗങ്ങളോടും ഒരു വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണം എന്ന് പറഞ്ഞ ആടിനെ കാളയായിട്ട് അങ്ങോട്ട് ചെല്ലണോ? വേണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതിനാ നിന്റെ ഒരു പെണ്ണാടോ കുഞ്ഞാടോ മുട്ടാടോ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. ഇവിടെ ഈ കാട്ടിനകത്ത് ഇഷ്ടംപോലെ കാട്ടാടുകളാ. അന്നേരം ആ ചൊരത്താത്ത ഒരു ആടിനെ 2 പ്ലാവേലും കാണിച്ച് നീ കൊണ്ട് ചെല്ലുന്നേ. ദൈവത്തിന് ചൊരത്തുന്ന ഞാലിയാ കിടന്ന്, എന്നാലും ഒരു തുള്ളി പാല്. ഇതൊന്നും ദൈവത്തിന് ആവശ്യമില്ലെന്നേ. നിന്റെ കാളയും വേണ്ട, ആടും വേണ്ട, മാടും വേണ്ട. കാട്ടിലെ 1000 ജന്തുക്കൾ കിടക്കുകയല്ലേ. ദൈവത്തിന് പക്ഷെ എന്നാ ദൈവം നിന്നോട് ചോദിക്കുവോ? അപ്പൊ ഇതുകൊണ്ടൊന്നും അങ്ങോട്ട് ചെല്ലണ്ട, ഏക്കുകയല്ലെന്നായി പറഞ്ഞത്. പിന്നെ വായിരേ മോളെ. 1000 ആട്ടുകൊറ്റനിലും 1000 ആട്ടുകൊറ്റനിലും 10,000 തൈലനദിയിലും. തൈലനദി, അടിയിൽ കൂടെ തൈലനദി ഒടുക്കുമ്പോഴാ നിന്റെ ഒരു തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണ. ദൈവത്തിന് ഇതൊന്നും വേണ്ട. അതും മണ്ടരി. ദൈവത്തിന് ഇത് വേണ്ടെന്ന്. എടാ, തൈലനദി അടിയിൽ കൂടെ ഒടുക്കിക്കൊണ്ടിരിക്കുക. ആ തൈലനദി ഒടുക്കുന്ന ദൈവത്തിന് ഇത് വല്ലതും ആവശ്യമാണോ? 1000 ആട്ടുകൊറ്റനിലും പിന്നെ 10,000 തൈലനദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന് പിന്നെ യഹോവ പ്രസാദിക്കുമോ? ദൈവം ഇതിൽ വല്ലതും പ്രസാദിക്കുമോ? ചോദിച്ചെന്നെ അടുത്ത വാക്യം. എന്റെ അതിക്രമ
എന്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദിജാതനെയും ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണം. നരബലിയും വേണ്ട, ആരെയും കൊല്ലുകൊന്നും വേണ്ട. ദൈവം പ്രസാദിക്കാൻ ഇന്നയാള് പ്രസാദിക്കാൻ ഇന്നയാളിനെ കൊല്ലണം, അങ്ങനെയുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും ഉള്ള ധാരാളം ആൾക്കാരുണ്ട്. ഇപ്പൊ ചില വ്യത്യാസമൊക്കെ വരുന്നുമുണ്ട്. എന്നാലും അടുത്ത കാലത്ത് ആ ഒരു തള്ള എലന്തൂര് കൊന്നത്, അവിടെ പേര് മറന്നു, ശൈല എന്നാ, ലൈലയോ നല്ല പറ്റിയ പൊന്നുമോള്, നരബലിയിലൊന്നും ദൈവം പ്രസാദിക്കുകയല്ല. അന്യനെ കൊന്ന് അയലത്തുകാരനെ കുരുതി കൊടുത്ത്, അല്ലെ മക്കളെ കുരുതി കൊടുത്ത്, അല്ലെ ഭർത്താവിനെയോ ഭാര്യയോ കുരുതി കൊടുത്ത്, അല്ലെ കൊച്ചുങ്ങളെ കുരുതി കൊടുത്തിട്ട് അങ്ങനെ കുരുതി പ്രസാദിക്കുന്ന ദൈവമല്ല സ്വർഗത്തിലെ ദൈവം. നരബലി ദൈവം അല്ല. നരബലിയുടെ കാര്യം പറഞ്ഞപ്പോ എല്ലാവരോടും പറയാ, ഉദരത്തിൽ ഉരുവാകുന്ന കുഞ്ഞിനെ ഭ്രൂണഹത്യം ചെയ്യരുത്. സ്തോത്രം. കുഞ്ഞുങ്ങളെ കൊല്ലരുത്. മക്കളൊക്കെ തരുന്ന ഈ അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാണ്. അതിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്. ദൈവത്തിന് മഹത്വം. ചിലപ്പോൾ ഡോക്ടേഴ്സ് പറയും, ഈ കൊച്ചിനെ കിട്ടിയാൽ ചിലപ്പം മോണന്തായിരിക്കും, അല്ലെ അപാകതയായിരിക്കും, പോരായ്മയായിരിക്കും, എന്നാ ഭാര്യയും ഭർത്താവും കൊണ്ട് എന്നാ വേണ്ട, ബ്ലെസ്സിങ് അല്ല. സ്തോത്രത്തോടെ നീ അതിനെ മേടിക്കണം. സകല പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ള ഒരുവൻ സ്വർഗത്തിലുണ്ട്. ദൈവത്തിന് മഹത്വം. ആമേൻ. സകലത്തിനും പരിഹാരം തരുവാൻ കഴിവുള്ളവനെയാണ് ഞാനും നീയും സേവിക്കുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊല്ലരുത്, ഉദരത്തിൽ ഉരുവാകുന്ന കുഞ്ഞിനെയും കൊല്ലരുത്. നരബലിയിൽ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അന്യനെ ഉപദ്രവിക്കരുത്, അയലത്തുകാരനെ പീഡിപ്പിക്കരുത്, സ്നേഹിതന്മാർക്ക് ദോഷമുണ്ടാക്കരുത്, മറ്റുള്ള ആരെ ഉപദ്രവിക്കരുത്. അങ്ങനെ ഉപദ്രവിച്ചാൽ പ്രസാദിക്കുന്ന ദൈവമല്ല സർവശക്തൻ. അടുത്ത വാക്യം വായിര്. മനുഷ്യ നല്ലതെന്തെന്ന് അയ്യോ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തരിക. എന്തോ വായിര്. ഒന്ന്, ന്യായം പ്രവർത്തിക്കണം. കരികുറ്റിക്കാരോടും ന്യായമായിരിക്കണം. ഒത്തിരി കാര്യം അവിടെ നിന്ന് പറയേണ്ടതുണ്ട്. സഭയ്ക്കകത്ത് ന്യായമായിരിക്കണം, കുടുംബത്തിനകത്ത് ന്യായമായിരിക്കണം, സമൂഹത്തിൽ ന്യായമായിരിക്കണം. ചതിക്കരുത്, വഞ്ചിക്കരുത്, മറ്റുള്ളവനെ കുതികാല് വെട്ടരുത്, ഗോതുകാല് വെക്കരുത്. ന്യായം പ്രവർത്തിക്കണം. വസ്തു ഭാഗോടുമ്പടി ചെയ്യുമ്പോൾ കൊടുക്കാനുള്ളതെല്ലാം കൃത്യം കൊടുക്കണം. ചേട്ടനോ അനിയനോ പെങ്ങൾക്കോ അനിയത്തിക്കോ അപ്പൻ്റെ പെങ്ങൾക്കോ അപ്പനൊക്കെ കൃത്യമായിരിക്കണം. അടിച്ചു മാറ്റരുത്. അപ്പനും വല്യപ്പനും ചാകാൻ നേരത്ത് കുറുക്ക് കൊടുക്കുമ്പോൾ കൈ പിടിച്ച് അമ്മയ്ക്ക് അയച്ച കള്ളയാധാരം ഉണ്ടാക്കരുത്. ഇതിനകത്തൊക്കെ കാണും പല കക്ഷികൾ. ഇപ്പൊ അമ്മ കൈപോക്കുവൊന്നും വേണ്ട. സ്തോത്രം. നിന്റെ കുടുംബം കുളം തോണ്ടുന്ന ഇടപാടാ. കൃത്യമായിരിക്കണം, ന്യായം പ്രവർത്തിക്കണം. അതിന് മാന്താൻ പോകരുത്. പൈസ 90 എന്നാലും അതിനെ പോയി നിൽക്കുക, വടിയും കുത്തി ചാച്ചോൻ വിടാൻ. എന്നിട്ട് സഭയെ വന്നിരുന്ന് പാടുന്നത് എന്നാന്നറിയോ? എൻ്റെ ദേശം ഇവിടെ നല്ല വെട്ടുകല്ലിന് നിന്നെ. മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണമെന്ന് ന്യായമേ പ്രവർത്തിക്കാവൂ. സഹോദരങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാതെ അടിച്ചു മാറ്റി, ചൂണ്ടി മാറ്റി, തന്ത്രം കാണിച്ച്, ആധാരം ഒപ്പിച്ച് ഏതെങ്കിലും ഒരുത്തൻ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ, ഒരുത്തി ഇതിനകത്തുണ്ടെങ്കിൽ, അല്ല ദൂരത്തിരുന്ന് കേൾക്കുന്നെങ്കിൽ, നീ അതിന് ക്രമീകരണം വരുത്തിയേച്ച് വേണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ. സക്കായി കർത്താവ് വീട്ടിൽ വന്നവൻ പറഞ്ഞത്, ഏതായാലും യേശു വന്നാൽ ഞാൻ ക്രൂസൈഡ് നടത്താന്നല്ല പറഞ്ഞേ. മാനസാന്തരപ്പെട്ടപ്പം ആരോടെങ്കിലും ചതിവായി അല്ല, ചതിവായിട്ട് മേടിച്ചത് കൊണ്ട് ക്രൂസൈഡ് നടത്താന്നല്ല പറഞ്ഞേ. യേശുവിനെ വെച്ചൊരു 3 ദിവസത്തെ അതിൻ്റെ ഇടപാട് ആദ്യം തീർക്കണം. ദൈവത്തിന് മഹത്വം. കൈയൊക്കെ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. കൈ മലർത്തുമ്പോൾ ഇതിനകത്ത് ആകൃതിയോ ഒന്നും കാണരുത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ ഇത് ന്യായം പ്രവർത്തിക്കണം. സകല ആൾക്കാരും ന്യായമേ പ്രവർത്തിക്കാം. വായിച്ചേ മോളെ, ന്യായം പ്രവർത്തിപ്പാ. മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. പിന്നെ ന്യായം പ്രവർത്തിപ്പാനും ദയ ഉണ്ടായിരിക്കണം കേട്ടോ. ഇതൊക്കെ ദൈവമക്കൾ വിശേഷിച്ച് ദയ ഉണ്ടായിരിക്കണം. ഉച്ചയ്ക്കൊരു മനുഷ്യൻ നിന്റെ വീട്ടിൽ വന്നാൽ ഭിക്ഷക്കാരനായിരിക്കും. വിശന്നാ വരുന്നെങ്കിൽ ഭക്ഷണം കൊടുക്കണം.
അല്ലാതെ കടകെല്ലാം കൂടെ അടച്ചിട്ട് മതിലുമെല്ലാം കെട്ടി വലിയ ഗേറ്റും ഒക്കെ ഇട്ട് ഗേറ്റിന്റെ അവിടെ പട്ടിയുണ്ട് സൂക്ഷിക്കുക. എന്നെ എല്ലാവർക്കും ഒരു അരുതാഴിയ പോലെ. പട്ടീനെ സൂക്ഷിക്കണവനാണോ? രാവിലെ നിന്റെ വീട്ടിൽ ഒരുത്തം വന്നാൽ അത് ക്രൈസ്തവനോ അക്രൈസ്തവനോ നിരീശ്വരവാദിയോ മുസ്ലിം സഹോദരനോ ഹൈന്ദവനോ ആരുമാകട്ടെ, മനുഷ്യനല്ലേ. വന്നാൽ നിന്റെ വിഹിതമാന്നേലും എടുത്ത് അവന്റെ വിശപ്പടക്കി വിടണം. അല്ലാതെ അവനുമായിട്ട് 3/4 മണിക്കൂർ സംസാരിച്ചു, ഹൃദയത്തിൽ ചിന്തിക്കും ഇവൻ പോകുന്നുമില്ല, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെയുള്ള ഒത്തിരി വിദ്വാന്മാരുണ്ട്. ഇപ്പൊ എല്ലാം മമ്മി ഇരിക്കുക. കുറച്ചൊക്കെ ദയ വേണേ. ഉച്ചയ്ക്ക് ഒരു മനുഷ്യൻ നമ്മുടെ വീട്ടിൽ വന്നാൽ ഉള്ളത് മതി. അത് വരുന്നവരുമായിട്ട് സന്തോഷിച്ച്, ചിലപ്പോൾ എല്ലാവരെയും ഒന്നും വിശ്വസിച്ച് അകത്തിരുത്താൻ പറ്റത്തില്ല. കാലം അങ്ങനെ അല്ല. വെളിയിലാന്നേലും കൊടുക്കരുതോ? പരിചയമില്ലാത്തവര് എങ്കിലും എല്ലാവരും ഒന്നും പ്രശ്നക്കാരില്ല. നല്ല മനുഷ്യർ ഇഷ്ടം പോലെ ഉണ്ട്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അഥവാ നിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോയാ നീ പരമാർത്ഥതയോടെ ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയാണ്, അവൻ തുള്ളിക്കൊണ്ട് നിന്റെ വീട്ടിൽ കൊണ്ടുവെക്കും. കേട്ടിട്ടുണ്ട്, മുഞ്ചമണ്ണിൽ മാമന് എന്ന് പറയുന്ന കർത്തദാസൻ ഏത്തവാഴ കൃഷി നട്ടു. അത് പാകമായപ്പോൾ ആരോ ഏത്തക്കൊല മോട്ടിച്ചോണ്ട് മുഞ്ചമണ്ണം മാമന് ഉപദേശിച്ച് വന്നു, പറഞ്ഞു മാമൻ ഏത്തക്കൊല നട്ട് ഞാൻ നിന്റെ വേലയ്ക്ക് പോയി ദൂതനെ ഏൽപ്പിച്ചതാ, എൻ്റെ ഏത്തക്കൊല ഇവിടെ കൊണ്ട് വെപ്പിക്കണമെന്ന്. കൊണ്ടുപോയവന് സ്വസ്ഥത വന്നില്ല. അവൻ പിറ്റേന്ന് കൊണ്ടുപോയ ഏത്തക്കൊല അവിടെ കൊണ്ടുവച്ചു. നിങ്ങൾ വിശ്വസിക്കുകയല്ലെന്ന് എനിക്കറിയാം. അന്ന് ഏത്തക്കൊലയ്ക്ക് വലിയ പ്രാധാന്യമാണ്. ഇപ്പം അത് പറഞ്ഞാൽ അത്ര എഫക്റ്റ് ആകുന്നില്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. നിന്റെ വണ്ടി മോട്ടിച്ചുകൊണ്ട് പോയാൽ അവൻ തുള്ളിക്കൊണ്ട് കൊണ്ടുവരും. നീ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഉണ്ടെന്നായി പറഞ്ഞു. അല്ല, ഞാൻ ചില കാര്യം പ്രാഗൽഭ്യത്തോടാ പ്രസംഗിക്കുന്നത്. ഞാൻ ഇപ്പോൾ താമസിക്കുന്നിടത്ത് ഗേറ്റ് പൂട്ടാറില്ല. ഈ പട്ടിയുടെ ശല്യം ഉള്ളത് കൊണ്ട് ചുമ്മാ ഒരു കുറ്റിയുടെ പൂട്ടത്തില്ല. നിങ്ങൾ വന്ന് നോക്ക, പൂട്ടുകയില്ല. ഞാൻ വെളുപ്പിനെ പാട്ട് പാടി പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ചെന്ന് ഗേറ്റ് അങ്ങ് തുറക്കും. അത് രാത്രി ഇനിയിപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞ ഗേറ്റ് അടയ്ക്കുള്ളൂ. അത് ചുമ്മാ ചാരിക്കിടത്തേ ഉള്ളൂ, പൂട്ടുകയില്ല. അല്ല, അവൻ അങ്ങോട്ട് വന്നിട്ട് എന്നെ എടുത്തോണ്ട് പോവാന്, അത് വേറൊരു വിഷയം. ഇനി അഥവാ എന്തായാലും എടുത്തോണ്ട് പോയാൽ ഒന്നേ അവൻ ആവശ്യക്കാരനായിരിക്കും, അവൻ തന്ത്രത്തിലാ കൊണ്ടുവന്നെങ്കിൽ ദൈവം അവനോട് ഇടപെടും. ഇത് ഗേറ്റ് 1 പൂട്ടി, 2 പൂട്ടി, പിന്നെ അത് പൂട്ടി. നാളെ ഒരു വണ്ടിയുടെ അകത്തോടെ ചങ്ങല ഇട്ടേച്ച് കാർ പോർച്ചിൽ ഇങ്ങനെ ഒരു അതിനകത്തിട്ട് പൂട്ടി. വിദേശ രാജ്യത്ത് ചെല്ലുമ്പോൾ ചുമ്മാ വണ്ടി ഇട്ടിരിക്കുക. അതോ നമ്മുടെ പാട്ട വണ്ടിയാണോ? എനിക്ക് പേരൊന്നും അറിയാൻ മേല. ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം, ദയയൊക്കെ ഉണ്ടായിരിക്കണേ. ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നത് 10 തേങ്ങ ഇട്ട് അപ്പുറത്തുകാരൻ്റെ തേങ്ങ ഇല്ലെങ്കിൽ ആരും ആയിക്കോട്ടെ 2 തേങ്ങ അവിടെ കൊടുക്കണേ. മനസ്സിലായോ? എന്തുവാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അല്ല, നിങ്ങൾ ചോദിക്കാൻ ആളിനെ കണ്ടപ്പോൾ ഇളകിയതാണ്. ഞാനിതൊക്കെ ചെയ്തേച്ചാ പ്രസംഗിക്കുന്നത്. എനിക്ക് നല്ല പ്രാഗൽഭ്യമുണ്ട്, അതുകൊണ്ടാണ് പറയാൻ. പ്രാഗൽഭ്യമുണ്ട്. ഞാനിപ്പോൾ താമസിക്കുന്നതിന് മുമ്പ് താമസിച്ച വീട്ടിലെ എന്തുവാ നമ്മുടെ ജോയിച്ചാൻ്റെ സ്ഥലം എവിടെ അല്ലെന്ന് ബഹറിലെ അദ്ദേഹം എനിക്ക് താമസിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട് തന്നു. കുറച്ചേറെ വസ്തു ഉണ്ടായിരുന്നു. അപ്പം കോവിഡിൻ്റെയൊക്കെ സമയമാണ്. വെറുതെ ഇരിക്കേണ്ടെന്ന് ഓർത്ത് ഞാൻ ആളിനെ നിർത്തി ഞാനും കൂടെ ഒക്കെ കൂടി ഇഷ്ടംപോലെ കൃഷി ചെയ്തു. ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇത്രയും അല്ലെ മഹായോഗത്തിന് താൻ ഇത് പറയാനാണെന്നോ ഇങ്ങോട്ട്? അല്ല, ദയ ഉണ്ടായിരിക്കണമെന്ന് പറയാനൊരു ഇത് ചെയ്തെങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ. വളരെ പ്രാഗൽഭ്യത്തോ ഒരു കാര്യമല്ല. ഇപ്പം സന്ദർഭം വന്നുകൊണ്ട് ഒരു കാര്യം പറയാം. ഈ ഷിബു പാസ്റ്റർക്കൊക്കെ അറിയാം, ഈ ഏതാണ്ട് 100-250 മൂട് ഏത്തവാഴ നട്ടു, 500 മൂട് കപ്പയും നട്ടു, പിന്നെ വേറെ കൃഷികൾ ചേനയും ചേമ്പും കാച്ചിലുമൊക്കെ നല്ല വിളവ്. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാവർക്കും ആ ദേശത്തുള്ള എല്ലാവർക്കും ഓരോ ഏത്തക്കൊല വെട്ടിക്കൊടുത്തു. പൈസയൊന്നും മേടിച്ചില്ല. പ്രാഗൽഭ്യമുള്ളതുകൊണ്ടാണ് പറയുന്നത്.
അല്ല വാവല് ചപ്പിയ 2 എണ്ണം പെയ്ത്തോമിലും, കാറ്റത്തൊടിഞ്ഞ ഒരെണ്ണം പാസ്റ്റർക്കും. എടാ വിവരദോഷി, കൊടുക്കുന്നെങ്കിൽ നല്ലത് കൊടുക്കണം. ഞാൻ ചുമ്മാ നിങ്ങളെ കണ്ടപ്പോ ഇളകിയതല്ലേ, ചെയ്തിട്ടായി പറയുന്നേ. എന്റെ ജോർജ് കുട്ടിച്ച എല്ലാവർക്കും ഓരോ ഏത്തക്കൊല, ചിലർ 2 എണ്ണം മേടിച്ചുകൊണ്ട് പോയി. 50 പൈസ മേടിച്ചിട്ടില്ല, കൊടുത്തു എല്ലാവർക്കും. 100 രൂപയൊക്കെ ഇരിക്കുന്നു യോയിര് എല്ലാവർക്കും. അല്ല അതുകൊണ്ടേ എനിക്ക് ഇത് എടുത്തോണ്ട് അതിലെ നടന്ന എല്ലാ വീട്ടിലും കയറി സുവിശേഷവും പറയാം. ഏത്തക്കൊല കൊടുത്തത് കൊണ്ടല്ല. നീ ഒരു കറിക്കാ പോലും ഒരെണ്ണത്തിന് കൊടുക്കുകയല്ല, എന്നുവെച്ചാൽ ഇവിടെ വന്നിട്ട് അടിക്കുക. കൊടുക്കുന്നവർ ഇതിനകത്തുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ മകത്ത ഇതൊക്കെ പ്രാഗൽഭ്യം ഉള്ളത് കൊണ്ടാണ് പ്രസംഗിക്കുന്നത്. മനുഷ്യനോട് ദയ ഉണ്ടായിരിക്കണം. സഭയിൽ ആരാധിക്കാൻ വരുന്ന ആൾക്കാർക്ക് വസ്ത്രത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വസ്ത്രമുണ്ടെങ്കിൽ അവർക്ക് നല്ലത് കൊടുക്കണം. കൊടുക്കണം. മറ്റു ബുദ്ധിമുട്ടുകളുള്ളവർ ചിലപ്പോൾ പൈസയ്ക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിർവാഹമില്ലാത്തവർ കാണും. കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കരുത് എന്ന് പറഞ്ഞു. ദയ ഉണ്ടായിരിക്കണമെന്ന്. എടാ അപ്പുറേ താമസിക്കുന്ന മുസ്ലിമോ ഹിന്ദുവോ അക്രൈസ്തവനോ നിരീശ്വരവാദി ആരുമാകട്ടെ, മനുഷ്യനല്ലേ. നിന്റെ വീട്ടിൽ ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ അടുത്ത് ചേർന്ന് വീടുണ്ടെങ്കിലേ പ്രായമുള്ളവരും പിള്ളേരും ഒക്കെ ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിൽ കാണും. അപ്പൊ ഈ ഭക്ഷണം പാകപ്പെടുത്തുമ്പോൾ മണം വരുവേ, കടുക് താളിക്കുമ്പോൾ അതിന്റെ മണമൊക്കെ വരും. അപ്പൊ അപ്പുറത്തെ വീട്ടിൽ പ്രായമുള്ള ഒരു അമ്മയോ അപ്പച്ചനോ കൊച്ചു പിള്ളേരൊക്കെ കാണും. ഒത്തിരി ഒന്നും കൊടുക്കാൻ ചിലപ്പം കാണുകയില്ലെങ്കിലും ഇച്ചിരിയെങ്കിലും അവർക്ക് കൊടുക്കണേ. കൊടുത്തയച്ചു ബാക്കി ആമക്കണേ. ഇത് മുഴുവൻ ഫ്രിഡ്ജിനകത്ത് ഇടിച്ച് കയറ്റി വെച്ച് ചൂടാക്കി 2 പേരൂടെ. എന്തിനിങ്ങനെ ജീവിക്കുന്നു? ദൈവത്തിന് മഹത്വം. ദയ ഉണ്ടായിരിക്കണം. ദയ ഒന്നുകൂടെ വായിച്ചാ മോളെ, എല്ലാരും കേക്കട്ടെ. വായിരേ. ന്യായം പ്രവർത്തിക്കാനും ദയാതൽപരനായി ഇരിപ്പാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ മറ്റുള്ളവരെ സേട്ടരെന്നെണ്ണി, മറ്റുള്ളവരെ ബഹുമാനിച്ച്, മറ്റുള്ളവരെ ആദരിച്ച്, കർത്താവിന് മഹത്വം, താഴ്മയോടെ നടപ്പാനും അല്ലാതെ വേറെ എന്തുവാ ദൈവത്തിന്റെ? ആടും വേണ്ട, കോഴിയും വേണ്ട, മാടും വേണ്ട, മുമ്പേ പറഞ്ഞ പോലെ തുണിയും മണിയും കിടി ഒന്നും ദൈവത്തിന് വേണ്ട. നീ ന്യായം പ്രവർത്തിക്കണം, ദയാതൽപരനായിരിക്കണം, ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ ജീവിക്കണം, ഭക്തിയോടെ ജീവിക്കണം. ദൈവത്തിന് മകത്ത്. മോളെ ഇതിനോട് ചേർത്ത് സഭാപ്രസംഗി 12:13 ചേർത്ത് അങ്ങ് വായിച്ചു വിട്ടു. എല്ലാം പറയാൻ നേരമില്ലെങ്കിലും വായിച്ചങ്ങ് വിട്ടു. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക. അതാകുന്നു സകല മനുഷ്യനും വേണ്ടുന്നത്. ദൈവത്തെ ഭയപ്പെടണം, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കണം. അതാകുന്ന സകല മനുഷ്യനും ആവശ്യം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവസന്നിധിയിൽ വിശ്വസ്തരായിട്ട് ജീവിക്കണം. ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം വ്യക്തി നസറയനാകുന്ന യേശു ക്രിസ്തു. ഈ പുസ്തകം 66 പുസ്തകത്തിൽ ഉടനീളം ഒളിഞ്ഞും തെളിഞ്ഞും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ആ പ്രഭാവത്തോടെ നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. എല്ലാവരിലും ശ്രേഷ്ഠനാകുന്നവൻ, മോശയേക്കാൾ ശ്രേഷ്ഠൻ, യോശുവയേക്കാൾ ശ്രേഷ്ഠൻ, അഹരോനേക്കാൾ ശ്രേഷ്ഠൻ, ശലോമോനേക്കാൾ വലിയവൻ, ദൈവാലയത്തെക്കാൾ വലിയവൻ, യോനയിലും വലിയവൻ, അവൻ സർവശക്തനായ നസറയനാകുന്ന യേശു ക്രിസ്തു. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ഇതിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷ. പ്രധാനപ്പെട്ട വ്യക്തി നസറയനാകുന്ന യേശു ക്രിസ്തു. അത് ഓർപ്പിക്കട്ടെ, ആദ്യത്തെ 5 പുസ്തകം മോശയാൽ എഴുതപ്പെട്ട പുസ്തകമാണ്. ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട്, ലേവ്യ, സംഖ്യാവർത്തനം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം, പുറപ്പാട് പുസ്തകം 40 അധ്യായം, ലേവ്യ പുസ്തകം 27 അധ്യായം, സംഖ്യാപുസ്തകം 36 അധ്യായം, ആവർത്തന പുസ്തകം 34 അധ്യായം. ഈ അധ്യായത്തിലെല്ലാം ഓരോ പുസ്തകത്തിലും പ്രതിഫലിക്കുന്ന വ്യക്തി നസറയനാകുന്ന യേശു ക്രിസ്തുവാണ്. ആമേൻ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം സകലത്തിന്റെ ഉൽപ്പത്തിയാണ്. ആ ഉൽപ്പത്തി എന്ന പേര് വരാൻ 2-ാം അധ്യായത്തിലൊരു പ്രയോഗമുണ്ട്, ഉൽപ്പത്തി വിവരം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൽ ആ കണ്ണികയിൽ അവിടെ എഴുതിയിട്ടുണ്ട്, ഉൽപ്പത്തി 3-ാം വാക്യമാണ്
ഉണ്ടാകാമെന്ന് തോന്നുന്ന ഉൽപ്പത്തി വിവരം വായിച്ചേ മോളെ. യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ, യഹോവയായ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ച നാളിൽ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന്റെ ഉൽപ്പത്തി വിവരം. അപ്പൊ അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ഉൽപ്പത്തി എന്ന പേര് കൊടുത്തത്. ഉൽപ്പത്തി വിവരം. എന്റെ ഭാഷയാ കേട്ടോ, എന്റെ ഭാഷയാ. വിവരം ഉണ്ടാകാനുള്ള നല്ല പുസ്തകമായി പുസ്തകം. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം ഒന്നുകൂടെ ആവർത്തിക്കാം. എനിക്ക് വിവരമില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. ഏറെക്കുറെ ശരിയാ. ചെല്ലു പറയുന്നില്ലോ, ഓ അയാൾ വിവരക്കേടെല്ലാം വിളിച്ച് പറഞ്ഞേച്ച് പോകുന്നെന്ന് ധാരാളം ആൾക്കാർ പറയും. ഞാനത് കുറച്ച് അംഗീകരിക്കുന്നയാളാണ്. ഇനി ഒരല്പം വല്ലതും വിവരം ഉണ്ടെങ്കിൽ അത് ഈ പുസ്തകം എടുത്തതിൻ്റെയാണ്. എന്തേലും വിവരം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ആർക്കേലും തോന്നുന്നെങ്കിൽ, അത് ഈ പുസ്തകം വായിച്ചതും ഈ പുസ്തകം എടുത്തതും ഈ പുസ്തകത്തെ അവൻ ആശ്രയിച്ചതുമാണ്. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്ത് പറയുക, വിവരം ഉണ്ടാകാൻ നല്ല പുസ്തകമായത്. ഇതെന്നും വായിക്കണം, എന്നും ധ്യാനിക്കണം, എന്നും അയവറക്കണം. ആമൻ ഇതിൽ തന്നെ രസിക്കണം. ആമൻ നിനക്ക് വിവരക്കേട് വല്ലതും ഉണ്ടെങ്കിൽ ഇത് മാറ്റുന്ന പുസ്തകമാണ് സത്യവേദ പുസ്തകം. എല്ലാത്തിൻ്റെയും വിവരം ഈ പുസ്തകത്തിലുണ്ട്. സകലത്തിൻ്റെയും വിവരം. ഉൽപ്പത്തി പുസ്തകം പഠിച്ച് ഏത് വിവരമാ കിട്ടാത്തേ? ഇപ്പോഴും ലോകത്തിന് വിവരം കിട്ടിയിട്ടില്ല മനുഷ്യൻ എങ്ങനെയാ ജനിച്ചെന്ന്. അതും ഇതുമൊക്കെ പറഞ്ഞിരിക്കുക. അങ്ങനെ ഇങ്ങനെ ചിലർ അങ്ങനെയും ചിലര്. പക്ഷെ ഇതിനകത്ത് നല്ല ക്ലിയറായിട്ട് വിവരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഉണ്ട് മനുഷ്യൻ എങ്ങനെയാ സൃഷ്ടിച്ചത്. ഈ ഭൂമിക്കും ആകാശത്തിനും ഇനി എന്തോ സംഭവിക്കുമെന്ന് ലോകത്തിലുള്ളവർക്ക് വലിയ വിവരമില്ല. പക്ഷെ ഇതിനകത്ത് നല്ല കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഉലോകമോ പെരും കാറ്റിനാൽ ഇളകിടും, ഭൂലോകമോ പെരും കാറ്റിനാൽ ഇളകിടും, കായലും സമുദ്രങ്ങളും ഒന്നുപോൽ മുഴങ്ങുമേ, കായലും സമുദ്രങ്ങളും. ഓ എന്നെ ശുരാജന്റെ വരവു സമീപമായി, എന്നെ ശുരാജന്റെ സമീപമായി, ഒന്നേ ശുരാജൻ വരുന്ന് എതിരേൽപ്പാൻ ഒരുങ്ങുവി, ഒന്നേ ശുരാജൻ വരുന്നു ഈ ലോക സ്നേഹിതന്മാർക്ക് ഭീതിയേറുമേ. ഓ ഈ ലോക സ്നേഹിതന്മാർക്ക് ഭീതിയേറുമേ. ഓ ഈ ലോകം നിന്നെ വെറുക്കും, നീ അന്ധനായി തീരുമേ. ഈ ലോകം നിന്നെ വെറുക്കും, നീ അന്ധനായി തീരുമേ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ലോകത്തിന് എന്തോ സംഭവിക്കും അതിന്റെ വിവരമല്ല ഈ പുസ്തകത്തിലുണ്ട്. വാനഗോളങ്ങൾക്ക് എന്തോ സംഭവിക്കും ഈ പുസ്തകത്തിൽ വിവരമുണ്ട്. മനുഷ്യജാതിക്ക് എന്ത് സംഭവിക്കും ഇതിനകത്തിന്റെ വിവരമുണ്ട്. സ്തോത്രം. അപ്പൊ സകലത്തിന്റെയും വിവരമുള്ള പുസ്തകമാ ഈ സത്യവേദ പുസ്തകം. അതുകൊണ്ട് ഈ പുസ്തകം വായിച്ചാൽ മതി, വിവരം ഉണ്ടാകും, എല്ലാ വിവരവും അറിയുകയും ചെയ്യാം. അപ്പോൾ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം. ഓടിച്ച് അവസാനിപ്പിക്കുക, ആ ഭാഗം അങ്ങ് വിടാം. ഉൽപ്പത്തി പുസ്തകം നമുക്കറിയാം 50 അധ്യായം. അത് ഒടുവിലത്തെ 2 അധ്യായം 2 മരണത്തോടു കൂടി അവസാനിക്കുക. 2 മരണം, അത് 2 വ്യക്തികളുടെ മരണം, 2 നല്ല മരണമാണ്. ഒന്ന് യാക്കോബിന്റെ മരണം, 2 യോസേഫിന്റെ മരണം. 2 നല്ല മരണമാണ്. യാക്കോബ് മരിക്കുന്നത് പിള്ളേരെയെല്ലാം അനുഗ്രഹിച്ച് കാലെടുത്ത് കട്ടിലെ വെച്ച് പ്രാണനെ വിട്ട് തൻ്റെ ജനത്തോട് ചേർന്നെന്നാ. വായിച്ചേ മോളെ 49:33 ഒന്ന് വായിച്ചേ. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം, ആ പിള്ളേരോട് പറയേണ്ടതെല്ലാം പറഞ്ഞേച്ച് അങ്ങനെ മരിക്കാവൂ. പിള്ളേര് ഒക്കെ ആയിട്ട് വല്ല അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ അവരെ വിളിക്കണം. ജോയിക്കുട്ടി അന്നേരം അപ്പച്ചൻ അങ്ങ് പറഞ്ഞു താടാ, അത് വിട്ട് കളഞ്ഞേച്ച് നീ ഇങ്ങോട്ട് ഇത് ജാകാൻ കിടക്കുമ്പോഴും അവനെ ഞാൻ ചത്താലും എൻ്റെ ഡെഡ് ബോഡി പോലും അവനെ പ്രായമുള്ളവരോട് എപ്പോഴാ ആരാ പോകുന്നൊന്നും അറിയത്തില്ലെങ്കിൽ അങ്ങ് പൊതുവെ പറയുക. പിള്ളേരോട് പറയേണ്ടതല്ല. പിന്നെ ചുമ്മാ അപ്പച്ചൻ എങ്ങനെയാ മരിച്ച ഒന്നും പറഞ്ഞില്ല. ഒരിക്കലിന് പോകരുത്. പിള്ളേരെയൊക്കെ വിളിച്ച് കാര്യമല്ല. പിന്നെ നമ്മുടെ ആധാരം ഇന്നെടുത്തിരിപ്പുണ്ട്, ബാങ്കിൽ ഇന്നത് ഇന്ന് കൊടുക്കാനുണ്ട്, വാങ്ങാനുണ്ട്, അതെല്ലാം കൃത്യം. പിന്നെ പിള്ളേർക്ക് പാകോടമ്പടിയൊക്കെ വെക്കുന്നെങ്കിൽ എല്ലാം കൃത്യത്തിനായിരിക്കണം.
അത് പിള്ളേരെയും കൂട്ടി വില്ലേജ് ഓഫീസിൽ പോണേ, അവിടെ പഞ്ചായത്തിൽ അതെല്ലാം നേരത്തെ ക്രമീകരിക്കണമെന്ന്. ഇല്ല കൊച്ചുങ്ങൾ പിന്നെ നടന്ന് അവിടെ ഊപ്പാട് വരുമ്പോൾ ഇയാളെ പ്രാകുകയും ചെയ്യും, ഈ അപ്പച്ചൻ കാരണം അങ്ങനെയൊന്നും ദോഷവും. ഏതായാലും പോണം, ഇരിപ്പ് കണ്ടിട്ട് മനസ്സിലായി. ഏതായാലും പിന്നെ പോകുമെന്നുള്ളത് ഞാനിപ്പോഴേ നോക്കി, പലതും പരുവക്കേടായി. അപ്പൊ അതുകൊണ്ട് പോണമെന്നുള്ളത് മനുജ നീ ധനമതു നിനയാതെ മനുജ, നീ ധനമതു നിനയാതെ മനുജ. മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം, മരണം വരുമേ നിന്റെ പണം നോട്ടി നേരം, ഇരിക്കുമ്പോൾ അതിനെല്ലാം ജനം പൊടിചാരം. ശലോമോനും അറിയുമ്പ കഴിഞ്ഞില്ലതാൽ പരനെ വേഗം ചരണമാക്കി മരുവിടണം. നീ മനുജ നീ ധനമതു നിനയാതെ മനുജ, നിന്റെ ധനമതു നിനയാതെ മനുജ. വയലിലെ കുസുമങ്ങൾ വിടരുന്നു കാല്, വയലിലെ കുസുമങ്ങൾ വിടരുന്നു കാല്, വിളരുന്നു പല നിറമതിൽ പൊടിചാര്. ശലോമോനും അറിയുമ്പ കഴിഞ്ഞില്ലതാൽ പരനെ വേഗം ചരണമാക്കി മരുവിട തരണിയിൽ നീ മനുജ, നിന്റെ ധനമതു നിനയാതെ മനുജ. അപ്പൊ ശ്രദ്ധിക്ക, ഒരു ദിവസം മരണം എന്നെ നിങ്ങളെ പിടികൂടും. അപ്പൊ അതിന് മരണത്തിന് മുമ്പ് കാര്യമെല്ലാം ക്രമീകരിക്കണം. ഇടയ്ക്ക് ദൈവമക്കളാണല്ലോ നിങ്ങൾ വചനത്തിൽ തിട്ടമുള്ളവരാ. ഇസ്രായേലിന്റെ മധുരഗായകനായ ദാവീദ് ഏതാണ്ട് 70 വയസ്സിൽ മരിക്കുന്നെന്നാ. 40 വർഷം ഭരിച്ചു. 30-ാം വയസ്സിൽ രാജാവായിട്ട് താനെ സ്ഥാനത്ത് വന്ന് പാസ്റ്റർ ചിന്തിക്കുന്നത് 70 ആണോ എന്ന് ഇങ്ങനെ നോക്കുന്നു. ആ നോട്ടം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തന്നെ, പിന്നെ ഇങ്ങനെ ഒരു ചാഞ്ഞൊരു നോട്ടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി 70 ആണോ എന്നൊരു സംശയം. അങ്ങനെ തന്നെ. അപ്പം ഏതായാലും 30-ാമത്തെ വയസ്സിൽ രാജാവായിട്ട് കയറി 40 വർഷം ഭരിച്ചു. ഏതാണ്ട് പക്ഷേ അവിടെ അടങ്ങിയിരുന്നേ, അവിടെ ഇരി. നിങ്ങളുടെ സഭയെ ചിലപ്പോൾ ഓടി നടക്കുക, നിങ്ങളുടെ മാസ്റ്റർ മിണ്ടുകയില്ല. കാരണം എത്ര പേരെ കണ്ട ഒരു സഭ കിട്ടിയത്. അപ്പൊ പിന്നെ എനിക്ക് സഭയൊന്നും വേണ്ട. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, ദാവീദ് മരിക്കാറായ സമയത്ത് മരിക്കുന്നതിന് മുമ്പ് തന്റെ മകൻ ശലോമോനെ വിളിച്ച് കാര്യമെല്ലാം പറഞ്ഞു. വായിച്ചേ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ന്റെ 1 മുതൽ വായിരേ. ദാവീദിന് മരണകാലം അടുത്ത് വന്നപ്പോൾ, മരണകാലം അടുത്ത് വരുന്നത് തന്നെ അറിയാം. ഭക്തന്മാർക്കല്ല അങ്ങനെ അറിയാം. മരണകാലം അടുത്ത്, എന്റെ ഭാഷ പറയാ, കൃത്യം ടൈം ഒന്നും അറിയത്തില്ലെങ്കിലും അങ്ങനെ അറിയുന്ന ഭക്തന്മാരുണ്ടായിരുന്നു. വണ്ടമ്പാടി യാക്കോച്ചൻ മരിക്കുന്നതിന് മുന്നേ രാവിലെ വിളിച്ചേച്ച് പിള്ളേരോട് പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ പോകുക, എല്ലാവരും വീട്ടിൽ കാണണമെന്ന്. ആരോ ഒരു അപ്പച്ചൻ ചുമ്മാ ആവശ്യമില്ലാത്ത, അപ്പൊ കൊച്ചമ്മ പറഞ്ഞു, ഞാൻ അങ്ങനെ ആവശ്യമില്ലാത്ത പറയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ എന്നോട് പറഞ്ഞതാ, മരിക്കുന്നതിന് മുന്നേ രാവിലെ എഴുന്നേറ്റ് ദിനചര്യകളെല്ലാം കഴിഞ്ഞ് തോട്ടിപ്പോയി, ഹൈറേഞ്ചിലല്ലയോ, തോട്ടിപ്പോയി കുളിച്ച് തിരിച്ചു വന്ന് തേച്ച് വെച്ച ജിബ്ബായി മുണ്ടും എല്ലാം ധരിച്ച് കട്ടിലേലിരുന്ന് പിള്ളേരെ എല്ലാം വിളിച്ചു കൂട്ടി കാര്യമെല്ലാം പറഞ്ഞു, പാട്ട് പാടാൻ പറഞ്ഞു. പാടിയെന്ന് പാടിയച്ച് കട്ടിലേലോട്ട് കയറി കിടന്നു. ഒരു പാട്ടുകൂടെ പാടാൻ പറഞ്ഞെന്നാ കേട്ടത്. ഉണ്ടെനിക്കായൊരു മോശ വീട് ഇണ്ടലാകെന്ന് ഞാൻ വാഴും അങ്ങ് ദൈവം ഉണ്ട്. പേടിച്ചാന്നാ പറയാത്ത പാട്ട് പാടി കൊച്ചമ്മ എന്നോട് പറഞ്ഞ തന്നെ കണ്ണടച്ചങ്ങ് ചാകുകയായിരുന്നെന്ന്. ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കുന്നത് ഈ ശുഭപാസ്റ്ററുടെ പെങ്ങള് സുവിശേഷ വേലയാ, IPCയുടെ ശുശ്രൂഷകരാ. അവർ കണ്ണൂര് ശ്രീകണ്ഠാപുരത്ത് ശുശ്രൂഷിച്ച് ഇപ്പോൾ അവിടെ നിന്ന് സ്ഥലം മാറി തൃശ്ശൂർ വെലങ്ങന്നൂരങ്ങാട്ടല്ലേ. അവരുടെ അപ്പച്ചൻ കുറ്റൂരുകാരനാ. 2 ആൺപിള്ളേരാ. ഒരു മോനാ ഇദ്ദേഹത്തിന്റെ പെങ്ങളെ കെട്ടിയത്, ഒരു മോൻ മദ്രാസിൽ IPCയുടെ ശുശ്രൂഷകനാ. അപ്പൊ ഞാനൊരിക്കൽ അവിടെ ചെന്നപ്പോൾ ഈ അപ്പച്ചൻ നല്ല 96 വയസ്സുണ്ട്, ഓടി നടക്കുക. ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ കൊണ്ടുവന്ന് എന്നെ കാണിക്കും, തേണ്ടേ എന്നെ കാണുന്ന 96. അത് കഴിഞ്ഞ് ഞാനവിടെ ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിറ്റേ ആഴ്ച അപ്പച്ചനെ മരിച്ചെന്നാ കേട്ടത്. അപ്പം എനിക്കങ്ങ് വലിയ പ്രയാസമായി പോയി. നല്ല ചുറുചുറുക്കോടെ നടന്ന അപ്പച്ചൻ. അപ്പം മരിക്കുന്നതിന് മുന്നേ അപ്പച്ചനെ തലേന്ന് ആൺപിള്ളേർ 2 വന്ന് അപ്പനും ആൺപിള്ളേരും കൂടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ അപ്പച്ചൻ മൂത്ത മോനോട് പറഞ്ഞത്, എടാ ഒരു ശവപ്പെട്ടി ക്രമീകരിച്ചോണം, ഇച്ചിരി കാശും ക്രമീകരിച്ചോണം, ഞാൻ പോകാറായെന്ന്.
ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നാലും അപ്പച്ചൻ പറയുക മരിക്കുന്നതിന് മുന്നേ ഒരു ശവപ്പെട്ടിയൊക്കെ നേരത്തെ ക്രമീകരിച്ചോണം, എനിക്ക് ചില കാശുമൊക്കെ സുവിശേഷ വിലയല്ലേ, അപ്പോൾ എപ്പോഴും എല്ലാ സാഹചര്യം ഒത്തൊന്ന് വരികയല്ല. അതിനാ പിറ്റേന്ന് രാവിലെ അപ്പനും മക്കളോട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പം ഇഡലിയും സാമ്പാറുമാണെന്ന് പറഞ്ഞത്. അപ്പം ഷൂപാസ്റ്റർ പെങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. അപ്പനും 2 ആമ്പിള്ളേരും കഴിച്ചവണ്. ഈ അപ്പച്ചൻ മരുമകൾ, പുള്ളിയുടെ പെങ്ങളാ, മരുമകളോട് പറഞ്ഞു, കുഞ്ഞെ ഉച്ചയ്ക്ക് എനിക്ക് ഭക്ഷണം വേണ്ട. അതിന് അപ്പച്ച ഉച്ചയ്ക്കത്തെ ശാപ്പാട് മേളിലാന്ന്, ഉച്ചയ്ക്ക് വേണ്ടെന്ന്, ഉച്ചയ്ക്ക് മേളിലാന്ന്. അപ്പൊ പിള്ളേര് ചിരിച്ചു. അപ്പച്ചന് ചുമ്മാ ഈ എന്തുവാ ഈ ഒരു ഭാഷ അവർ പറഞ്ഞു, പദം ഞാനങ്ങ് പറഞ്ഞു പോയി രസകരമായിട്ട് പറയുന്നതിന്. അപ്പച്ചൻ ഈ ഫലിതം പറയാണെന്ന്. അപ്പച്ചൻ ഫലിതം പറയാറ് ഇല്ല മോളെ, അപ്പച്ചൻ ഉച്ചയ്ക്ക് മേളിലാന്ന്. അത് കാര്യമാക്കിയില്ല. അപ്പച്ചൻ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് മരുമകൾ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുക. ഉച്ചയ്ക്ക് 12:15 അപ്പച്ചൻ മരിച്ചു. ഭക്ഷണം കഴിച്ചില്ല. ഞാനോർത്ത് കേട്ടപ്പോൾ ഒന്ന് ഞെട്ടുകെങ്കിലും ചെയ്യുമെന്ന്. നമ്മൾ ഉച്ചക്കത്തതും കഴിച്ചത്, വൈകിട്ടത്തതും കഴിച്ചു, ഒരാഴ്ചത്തെ എത്ര പിന്നെയും കഴിക്കാനിരിക്കുകയല്ലയോ. കന്നട്ടയ്ക്ക് തരിക കൊണ്ടുപോകാന്നും പറഞ്ഞ് അപ്പച്ചൻ പറഞ്ഞതുപോലെ നടന്നു. ഉച്ചയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞു, ഉച്ചയ്ക്ക് മേളിലാന്ന്. അല്ല, അങ്ങനെയുള്ള ഭക്തന്മാരുണ്ട് ധാരാളം. ഇപ്പൊ എൻ്റെ അറിവിൽപ്പെട്ട 2 കാര്യം നിങ്ങൾക്ക് ഇപ്പൊ പറയും, യോ ഭാഷ ഞങ്ങളുടെ അപ്പച്ചന് അങ്ങനെ തന്നെ ആട്ടെ, അപ്പച്ചൻ അങ്ങനാ, നീ അങ്ങനാ. അല്ല, നമ്മളെല്ലാം അങ്ങനെ ആയിരിക്കണം. എന്തായാലും ഇനി കൃത്യം ടൈമും ഡേറ്റും ഒന്നും ഒത്തില്ലെങ്കിൽ എൻ്റെ ഭാഷക മരണത്തിൻ്റെ മണവടിക്കും. ഒരു ചെറിയ മണവടിക്കും മരിക്കുന്നതിന് മുന്നേ. ആ മണം ചാഞ്ഞ രീതി കാറ്റ് വരും, മരണത്തിൻ്റെ മണവടിക്കും. ആ മണവടിക്കുമ്പോഴെങ്കിലും ഒരുങ്ങിക്കോണം. 4 വിരലെ മർത്യനായൂസു നിൽക്കുന്നോരല്ല മായ. 4 വിരലെ മർത്യനായൂസു നിൽക്കുന്നോരല്ല മായ. നീഴലിൽ നടന്നുതങ്ങൾ നാൾ കഴിക്കുന്ന കഥ പോലെ. നീഴലിൽ നടന്നുതങ്ങൾ നാൾ കഴിക്കുന്ന കഥ പോലെ. പൂരമേൽ മുളയ്ക്കും പുല്ലിനു സമം നരന്റെ ജീവിതം ഉലകിൽ. പൂരമേൽ മുളയ്ക്കും പുല്ലിനു സമം നരന്റെ ജീവിതം ഉലകിൽ. വാടിക്കോഴിയും പുഷ്പം ഓടിപ്പോ നീഴൽ പോലെ. വാടിക്കോഴിയും പുഷ്പം പോലെ ഓടിപ്പോ നീഴൽ പോലെ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, മരണത്തിന്റെ മണമടിക്കും. ഒരു ദിവസം മരിക്കും, ഞാനും നിങ്ങളും മരിക്കും. ഞാൻ പണ്ട് അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്ന കാലത്ത് നാമം ജപിക്കും. അപ്പൊ അവര് ഒരു വരി ഇങ്ങനുണ്ട്, കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷം പത കളയരുതാരും മരണം വരുമിനി എന്ന് നിനച്ചിക. ഹൈന്ദവരായ സ്നേഹിതന്മാർ ഇപ്പം വൃശ്ചികവ്രതം നടക്കുകയല്ലേ, ക്ഷേത്രത്തിലൊക്കെ ചൊല്ലുന്ന ഭാഗവതമൊക്കെ വായിക്കുന്ന സമയത്തും ഒക്കെ ഈ വരികൾ ചൊല്ലാറുണ്ട്. നല്ല അക്ഷരപ്രയോഗമാണ്, അർത്ഥമുള്ള വരികളാ. പണ്ട് ഞാൻ ചൊല്ലിയിട്ടുണ്ട്, കരളിൽ വിവേകം കൂടാതെ കൺ അരനിമിഷം ബദ്ധ കളയരുതാരും മരണം വരുമിനി എന്ന് നിനച്ചിക മരുമുഖ സതതം. പണ്ട് ചൊല്ലിയിട്ടുള്ളതാ. കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു സമമായി വാണിടുകിലും ഒന്നുരിയാടുവ നിന്നിടകിട്ട വന്നാൽ യമഭടർ. അപ്പൊ യമകിങ്കരന്മാർ വന്നാൽ ഒരക്ഷര ഉരിയാടാൻ അനുവദിക്കത്തില്ല, അറസ്റ്റ് ചെയ്ത് നിന്നെ കൊണ്ടുപോകും. അപ്പൊ എല്ലാവരും ഈ വഴി കടന്നു പോകണം. ആ ദാവീദ്
മരണകാലത്തിന് മുമ്പ് ആയിരുമോളെ ദാവീദിന് മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചതെന്തെന്നാൽ തന്റെ മകനായ ശലോമോനോട് കൽപ്പിച്ചതെന്തെന്നാൽ ഞാൻ സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. സകല ഭൂവാസികളുടെയും വഴിയായിട്ട് പോകുന്നു. ഞാൻ നിങ്ങളുമെല്ലാം ഈ വഴി കടന്നു പോകേണ്ടവരാ. അതിനെല്ലാവരും ഒരുങ്ങണം. എല്ലാവരും ഒരുങ്ങണം. ഞാൻ എപ്പോഴും പറയും, പക്ഷെ എല്ലാവർക്കും പേടിയാ. നമുക്ക് എല്ലാവർക്കും ഭയമാ മരണത്തെ പറ്റി. പേടിയില്ലെന്നൊക്കെ ചെല്ല് പറയുന്നാലും പേടിയാ. പിന്നെ ചെല്ല് പറയത്തെ എനിക്ക് ഒരു പേടി. എന്നാ പിന്നെ ഇന്ന് രാത്രി ഒരു ശവപ്പെട്ടി മേടിച്ചു വെക്കും. ഇഷ്ടപ്പെട്ടത് മേടിക്കരുതോ? വേറെ എന്തെല്ലാം മേടിച്ചു വെക്കുന്നു? TV മേടിച്ചു വെക്കുന്നു, ഫ്രിഡ്ജ് മേടിച്ചു വെക്കുന്നു, വാഷിംഗ് മെഷീന്, പിന്നെ പുതിയ പുതിയ മൊബൈല് എല്ലാം മേടിക്കുന്നില്ലേ? അതിലൊക്കെ അത്യാവശ്യമായ ശവപ്പെട്ടി. നാളെ തന്നെ ഒരെണ്ണം മേടിച്ച് നമുക്കാന്നെ ഇഷ്ടപ്പെട്ടത് മേടിക്കുകയും ചെയ്യാം. കൊച്ചുങ്ങളാന്നെ വട്ടയുടെ മേടിച്ച് തരുള്ളൂ, പെയിന്റ് അടിച്ചാൽ മതി എന്ന് പറയും. വട്ടയുടെ മേടിച്ച ചീട്ടിയുടെ നമുക്കാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഇല്ലയോ? എന്നാ പോയി മേടിക്കാത്തേ? പെട്ടിയിലാഞ്ഞിട്ടാന്നോ ശവപ്പെട്ടി? ആണ്ട മുട്ടിയറ ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ കടുത്തുരുത്തിക്ക് പോകുമ്പം. അതാ ഹെഡ് ഓഫീസ് മുട്ടിയറ എന്നല്ലേ മിക്കടത്തും. മുട്ടിയറ ഹെഡ് ഓഫീസ്, അങ്ങോട്ട് പോവും. എന്നാ പിന്നെ മേടിക്കാത്ത എന്നാ? അച്ഛൻ പുത്തങ്കാവിന്ന് വന്നല്ലേ, ശവപ്പെട്ടി വല്ലതും മേടിച്ചു വെച്ചോ? ഇല്ല. എന്നെ മേടിക്കാത്ത? എനിക്കും പേടിയാ. നമുക്കെല്ലാം പേടിയാ. കാശില്ലാണ്ടാണ്. അച്ഛൻ്റെ ഇഷ്ടം പോലെ കാശുണ്ട്. എന്നെ മേടിക്കാത്തതിന്റെ കാര്യം എല്ലാവർക്കും പേടിയാ. പക്ഷെ സകല മനുഷ്യൻ ഈ വഴി കടന്നു പോകണം. എല്ലാവരും ഈ വഴി. ദൂരവേയല്ല മരണം എന്നാർക്കറിയാം, ലേശവുമില്ല സമയം. ദൂരവേയല്ല മരണം എന്നാർക്കറിയാം, ലേശവുമില്ല സമയം. രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, രാജാക്കന്മാർ വലിയ ധീരന്മാരായവരും, ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. ധീരസാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന? എന്തു കഷ്ടമേ. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ. വെള്ളത്തിൽ യാത്രയിൽ വെച്ചോ ആരാധനയ്ക്കായി പള്ളിയിൽ പോകും നേരത്തോ. കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ, കള്ളം പറഞ്ഞു ചിലർ വ്യാപാര ചന്തയിലോ. കള്ളക്കേസിനു പോകും കച്ചേരി തിണ്ണയിലോ, കള്ളക്കേസിനു പോകും കച്ചേരി തിണ്ണയിലോ. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന? ഓർക്കായിലെന്തു കഷ്ടമേ. എപ്പോഴാണ് എന്റെ സോദര മൃത്യു വരുന്ന? ഓർക്കായിലെന്തു കഷ്ടമേ. എന്നെ കേൾക്കുന്ന പ്രിയരെ, സകല മനുഷ്യന് ഈ വഴി കടന്നു പോയേ ഒക്കൂ. ഒരു ദിവസം മരണം നമ്മെ പിടികൂടും. എന്നാൽ എനിക്ക് പറയാനുള്ള പ്രധാന സന്ദേശം, മരണത്തിന്റെ തണുത്ത കരം വന്ന് നിന്നെ തപ്പുന്നതിന് മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മരണത്തിന്റെ കരം വന്ന് നിന്നെ തലോടി കൊണ്ടുപോകുന്നതിന് മുമ്പ്, അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നീ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് നസറായനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. അതിന് ഇന്ന് രാത്രി ദൈവം അവസരം തരിക. ചിലരോട് നമ്മൾ പറയുമ്പോൾ പറയാം, ഇനി നാളെ യോഗം ഉണ്ടോന്ന്. നാളെ യോഗം കാണും, നീ ഉണ്ടോ? നിങ്ങൾ കേട്ടിട്ടുള്ള കഥ ഒന്നുകൂടെ അങ്ങ് പറയാ. പണ്ട് സ്കൂളിൽ പഠിച്ചതാ. പണ്ട് ഇങ്ങനെ മധു കുടിച്ച് താമരക്കകത്ത് പോയി കുടിച്ചു, ഊറി ഊറ്റി കുടിച്ചു.
അതിങ്ങനെ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഈ മത്ത് പിടിച്ച്, തേനല്ലയോ, മത്ത് പിടിച്ചപ്പം സന്ധ്യയായപ്പം താമരയുടെ ഇതളെല്ലാം കൂടെ വന്ന് കൂമ്പി. മണ്ടത്താൻ ഇതിനകത്താ. അപ്പം മണ്ട് ചിന്തിക്കാവോ, പെട്ടുപോയി. ഇനിയിപ്പം നാളെ നേരം വെളുക്കുമ്പോൾ സൂര്യൻ ഉദിക്കും, അന്നേരം ഈ താമര അങ്ങ് വിരിയും, അന്നേരം എനിക്കങ്ങ് അത് കവി കൊടുത്തിരിക്കുന്നത്, രാവിപ്പോൾ ജനമങ്ങൊടുങ്ങും ഉജതെങ്ങും പ്രകാശിച്ചിടും ദേവൻ, സൂര്യൻ ഉദിക്കും ഈ കമലവും ചാല് വിരിഞ്ഞിടും. ഏവം മുട്ടിനകത്തിരുന്ന അളി, പണ്ട് ഏവം മുട്ടിനകത്തിരുന്ന അളി മനോരാജ്യം തുടർന്നിടവേ ദൈവത്തിൻ മനമാരറിഞ്ഞു. പണ്ടത്താൻ ചിന്തിക്കുക, ഏതായാലും വന്ന് പെട്ടുപോയി, ഇത് മധുവും കുടിച്ചു വന്ന് കൂമ്പി, ഇനിയിപ്പം പറന്നു പോകാനൊക്കത്തില്ല. നേരം വെളുക്കുമ്പോൾ സൂര്യദേവൻ ഉദിക്കും. അപ്പൊ കമലം ചാലേ പതുക്കെ വിരിയും. അപ്പൊ എനിക്ക് നിങ്ങൾ ഇപ്പൊ ചെല്ലി ചിന്തിക്കുക, ഏതായാലും പുറത്ത് യാറ്റമഴയുണ്ട്, അയാൾ മൈക്ക് കൊടുത്തു, ഇനിയിപ്പോൾ ഇറങ്ങിപ്പോയാൽ അയാൾക്ക് ബോധമുള്ളവനല്ല, വല്ലതും വിളിച്ച് ആ കൊച്ചിനെ പോലും വിൽക്കുന്നില്ല. പിന്നെ ആ നമ്മുടെ കാര്യം. എന്നാൽ ഇനിയിപ്പോൾ ഇരിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. പണ്ടും ഇങ്ങനെ തന്നെ ചിന്തിച്ചത്. രാത്രിയായപ്പം ദന്തീന്ദ്രൻ വന്ന് താമര പറിച്ച് താഴോട്ടിട്ട് തീർന്നു. അതിനിട വരരുത്. ഇന്ന് രാത്രി ദൈവം നിനക്ക് അവസരം തന്നിരിക്കുക. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലൊരു ശ്വാസമാണ്. മരണം നിന്നെ പിടികൂടുന്നൊരു സമയമുണ്ട്. മരണത്തിന്റെ കരാളകസ്തം വന്ന് പിടികൂടുന്നതിന് മുമ്പ് ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഇത് രക്ഷാദിവസമായി, ഇത് സുപ്രധാന കാലമാ. ഇന്ന് രാത്രി ദൈവം നിനക്ക് അവസരം തരിക. ഈ അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. ഈ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നു, ഈ സമൂഹത്തെ ദൈവം സ്നേഹിക്കുന്നു. എന്നെ കേൾക്കുന്ന ബഹുമാന്യ സ്നേഹിത സുഹൃത്തെ, നിന്നെ ദൈവം സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവം നിനക്ക് അവസരം തരിക. അവസരം നഷ്ടപ്പെടുത്തരുത്. എന്നേക്കാൾ നിങ്ങളെക്കാൾ മിടുക്കന്മാരല്ല ഈ ലോകം വിട്ടു പോയില്ലയോ. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞർ എല്ലാവരും മൺമറഞ്ഞു പോയി. നീയും ഞാനും ഒരു ദിവസം ഈ വഴി പോകും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, മകനെ ശലോമോന്, സകല ഭൂവാസികളും പോയ വഴി കൂടെ ഞാൻ പോകുക. പിന്നെ നിനക്ക് അറിയാൻ മേലാത്ത ചില കാര്യം വായിച്ചേ. നീ ധൈര്യം കൊണ്ട് പുരുഷനായിരിക്കുക. നീ എന്ത് ചെയ്താലും എവിടേക്ക് തിരിഞ്ഞാലും സകലത്തിലും നീ കൃതാർത്ഥനാകുക. അതെ, വചനത്തിൽ തിട്ടമുള്ളവരുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ശലോമോനെ വിളിച്ചു പറഞ്ഞു, മോനെ നിനക്കറിയാൻ മേലാത്ത ചില കാര്യം പറയും. ഒന്ന്, യോവാബിനെ വെറുതെ വിടരുത്. രണ്ട്, ഗേരകിടമേനി ശിമയി, അവനെ നീ ബുദ്ധിമാനായതുകൊണ്ട് അതിന്റെ പരിവർത്തനം കൈകാര്യം ചെയ്തോ. പിന്നെ ബർസില്ലായിയുടെ പിള്ളേര്, അവരോട് ദയ ചെയ്യണം. പിള്ളേരെല്ലാം നിന്റെ തീന്മേശയിൽ വന്ന് പങ്കുകൊള്ളുന്നവരാകണം. 2:7 വായിച്ചേ മോളെ. 2:7. എന്നാൽ ഗിലെയാദ്യനായ ബർസില്ലായിയുടെ മക്കൾക്ക് നീ ദയ കാണിക്കണം കേട്ടോ. ബർസില്ലായിയുടെ പിള്ളേരോട് ദയ കാണിക്കണം. കാരണം അവർ നിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന, ആ പിള്ളേരെല്ലാം നിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ബർസില്ലായിയുടെ പിള്ളേരോട് നീ ദയ ചെയ്യണം. ബർസില്ലായി എനിക്ക് പണ്ട് ഭക്ഷണമൊക്കെ തന്നതാ. നിന്റെ സഹോദരൻ അബ്ശാലോമിനെ പേടിച്ച് ഞാൻ പണ്ട് ഓടിപ്പോയപ്പോൾ ആ ബർസില്ലായിയും വേറെ 2-3 പേരും കൂടെ കൊണ്ടുവന്ന് എന്തെല്ലാം സാധനം എൻ്റെ കഷ്ടകാലത്ത് തന്നതാണെന്നറിയാമോ? ആ വാക്യം ഒന്ന് വായിച്ചേ മോളെ. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 17-ാം അധ്യായത്തിന്റെ 27-28 വായിച്ചേ. ദാവീദ് മഹനയീമിൽ എത്തിയപ്പോൾ അമ്മോന്യരുടെ രബ്ബായിൽ നിന്ന് നാഗാശിന്റെ മകൻ ശോഭി, ലോദേബാരിൽ അമ്മിയാലിന്റെ മകൻ മാഗി, പിന്നെ രോഗലീമിൽ നിന്ന് ഗിലെയാദിനായ ബർസില്ലായി എന്നിവർ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും ദാവീദിനും കൂടെയുള്ള ജനത്തിനും ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, മലര്, അമരക്ക, പയറ്, പരിപ്പ്, തേന്, വെണ്ണ, ആട്, പശുവിൻ പാൽക്കെട്ട എന്നിവയും കൊണ്ടുവന്നു. അടുത്തത്, ജനം മരുഭൂമിയിൽ വിശന്നും ദാഹിച്ചും ഇരിക്കുമല്ലോ എന്നവര് പറഞ്ഞപ്പോ ശ്രദ്ധിച്ചേ. ഞാന് കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടി നിന്റെ സഹോദരൻ അബ്ശാലോം പണ്ടെന്നെ കൊല്ലാൻ വന്നപ്പോൾ അബ്ശാലോമിനെ പേടിച്ച് വീടും കൊട്ടാരമൊക്കെ വിട്ട് ഓടിപ്പോയൊരു സമയമുണ്ടായിരുന്നു. അതാ ഇങ്ങനെ ഓടി പോയപ്പോൾ കൂടെ ഓടാനൊന്നും എല്ലാവരും വന്നില്ല, ഭക്ഷണമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ കിടക്കയില്ല. പക്ഷേ ഈ ബർസില്ലായിയുടെ നേതൃത്വത്തിൽ ശോഭി, മാഗീർ, ബർസില്ലായിയുടെ നേതൃത്വത്തിൽ കിടക്കാൻ കിടക്കകളും കിണ്ണങ്ങളും മൺപാത്രങ്ങളും പാത്രമാണോ എനിക്കും എൻ്റെ ജനത്തിനും ഭക്ഷിപ്പാൻ കോതമ്പ്, യവം, മാവ്, അമരക്ക, പയറ്, പരിപ്പ്, തേൻ, വെണ്ണ. ഒന്നുകൂടെ വായിച്ചേ മോളെ, എന്തൊക്കെ ലിസ്റ്റ്? ഗോതമ്പ്, നല്ല ഗോതമ്പാന്നേ. നമ്മൾ കഴിക്കുന്ന ഗോതമ്പ് എല്ലാം കൂടെ ഞാൻ എപ്പോഴും പറയും ജനലെ പിടിച്ചു വേണം ചപ്പാത്തിക്ക് കടിക്കാൻ.
പിന്നെ പ്രായമുള്ളവരെ പറയാം ചപ്പാത്തി കൊണ്ടുവരുമ്പോൾ അതെല്ലാം പിച്ച് കീറിയിടും. പിച്ച് കീറിയിട്ട് ചെറിയേറെ ഗ്രേവി ഇട്ട് ഒഴിച്ചോളാം. ഗ്രേവി ഒഴിച്ചാൽ നമ്മൾ വർത്താനം പറയാം ഇത് കുതിരാൻ. പിന്നെ ഇച്ചിരി അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഗോതമ്പ് കഴിക്കുന്നത്. നല്ല ഗോതമ്പാ കൊണ്ട് കൊടുത്തത്. വായിച്ചേ. ഗോതമ്പ്, പിന്നെ മാവ്, മലര്, അമരയ്ക്ക, പരിപ്പ്, തേന്, വെണ്ണ, ആട്, പശുവിൻ പാൽക്കട്ട എന്നിവയും കൊണ്ടുവന്നു. എല്ലാം കൊണ്ട് കൊടുത്ത് കഴിച്ചോളാൻ പറഞ്ഞ ആവശ്യത്തിന്. ദാവീദ് ഇതെല്ലാം ഭക്ഷിച്ചു, കൂടെയുള്ളവരും ഭക്ഷിച്ചു. കച്ചതയുടെ നടുവില പ്രതിഫലം നോക്കാനാ കൊടുത്തത്. പക്ഷേ ദാവീദ് തിരിച്ച് രാജാവായിട്ട് തിരിച്ചു വന്നപ്പോൾ ദാവീദ് പറഞ്ഞു, എനിക്ക് ഭക്ഷണം തന്ന ബർസില്ലായിയെ തിരിച്ചു കൊണ്ടുവരണം. ദാവീദിനെ രാജാവാക്കാൻ ജനമെല്ലാം കൂടെ 19:10 വായിച്ചേ മോളെ. നമുക്ക് രാജാവായിട്ട് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന അബ്ശാലോം പടകിൽ പട്ടുപോയെന്നല്ലേ 19:10 വായിച്ചേ. ശമൂവേലിന്റെ നമുക്ക് രാജാവായിട്ട് നാം അഭിഷേകം ചെയ്തിരുന്ന അബ്ശാലോമോ പടയിൽ പട്ടുപോയി. അതുകൊണ്ടാ പട്ടുപോയത്. ഇവരെല്ലാം കൂടെ കൂടി അങ്ങ് തെരഞ്ഞെടുത്തതാ. നമ്മുടെ ആളാന്ന്. അവന്റെ ഇടപാട് തീർന്നു. ഇപ്പോഴത്തെ മിക്ക തെരഞ്ഞെടുപ്പും അങ്ങനല്ലേ. നമ്മളൊക്കെ എല്ലാം കൂടെ ബോധിച്ചവനെ അങ്ങ് ദൈവം നോക്കുന്നതാണോ, അഭിഷേകമുള്ളതാണോ, ദൈവകൃപയുള്ളതാണോ, പക്തിയുള്ളതാണോ, ഇതൊന്നും വിഷയമല്ല. നമുക്ക് രാജാവായിട്ട് നമ്മൾ പറയത്തില്ല ജോർജ് കുട്ടി കൊള്ളാം, കാശുള്ളതാ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ വീശും. ജോർജ് കുട്ടി കാശെടുത്ത് തങ്കച്ചായനെ നമുക്ക് കമ്മിറ്റി കയറ്റാം. കാരണം ആക്കമുള്ളവൻ. അഥവാ ഒരുത്തൻ ബഹളം ഉണ്ടാക്കിയ തങ്കൻ നമുക്ക് രാജാവായിട്ട് നമ്മളങ്ങ് തിരഞ്ഞെടുക്കുക. അങ്ങനാണോ തിരഞ്ഞെടുക്കേണ്ടത്? ദൈവം തിരഞ്ഞെടുക്കണം. നമുക്ക് രാജാവായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് അബ്ശാലോം പടകിൽ പെട്ടുപോയി. അടുത്ത വാക്യം. നമുക്ക് ദാവീദിനെ തിരികെ കൊണ്ടുവരണം. എല്ലാം വിവരിക്കുന്നില്ല, വിഷയമല്ല. തിരികെ കൊണ്ടുവരണം. തിരികെ കൊണ്ടുവരാൻ വേണ്ടി പദ്ധതി കിട്ടപ്പോൾ ദാവീദിനെ തിരികെ കൊണ്ടുവന്നപ്പോൾ ദാവീദ് പറഞ്ഞൊരു പാഠമുണ്ട്. വായിച്ചേ. 19:31. ഗിലെയാദ്യനായ ബർസില്ലായിയും രൊഗേലിമിൽ നിന്ന് ദാവീദിനെ രാജാവിനെ യോർദാനക്കരെ അയക്കുവാൻ കടന്നു വന്ന് ബർസില്ലായോ 80 വയസ്സുള്ളൊരു. ഞാൻ ഈ വിഷയം പ്രസംഗിക്കാൻ വന്നതല്ല, പക്ഷെ റൂട്ട് മാറി വിടുന്ന എന്തോ എവിടെയോ ആരെങ്കിലും അതില് ആലോചനക്കാര് കാണും. അതുകൊണ്ടാ ബർസില്ലായോ 80 വയസ്സുള്ള വയോധികനായിരുന്നു. 80കാരെല്ലാം ഒന്ന് ഉറങ്ങരുത്, ഇങ്ങോട്ട് നോക്കണേ. 80 അടുക്കുന്നവര് 80 കഴിഞ്ഞതും ഉറങ്ങരുത്, ഇങ്ങോട്ട് നോക്ക. ബർസില്ലായോ 80 വയസ്സുള്ള വയോധികനായിരുന്നു. വായിര്. രാജാവ് മകനെയും പാർത്തിരുന്ന കാലത്ത് അവൻ ഭക്ഷണ സാധനങ്ങൾ അയച്ചു കൊടുത്തു. ഈ പുള്ളി ആ ഭക്ഷണം എല്ലാം കൊണ്ട് കൊടുത്തു. മുമ്പേ വായിച്ചല്ലോ ഗോതമ്പ് യോഗ. അടുത്ത വാക്യം. അവൻ മഹാധനികനായിരുന്നു. പുള്ളിക്ക് കാശ് ഉണ്ടായിരുന്നു, കൊടുക്കാൻ മനസ്സും ഉണ്ടായിരുന്നു. നമ്മുടെ ഇടയിൽ കാശുണ്ടെങ്കിൽ മനസ്സില്ല, മനസ്സുണ്ട് കാശുമില്ല. കാശും മനസ്സും ഉള്ളവരെ ഇപ്പൊ കിട്ടാനുമില്ല. എടാ 10 ഏക്കർ വസ്തു ഉള്ളവന് ഇരുന്ന് പ്രാർത്ഥിക്കുക. സഭയ്ക്ക് 10 സെന്റ് തലം തന്നെ. ദൈവമേ നീ ഇടക്ക് 5 ഏക്കർ വസ്തുവുള്ള 10 ഏക്കർ വസ്തുവുള്ള നിനക്ക് ഒരു 50 സെന്റ് കൊടുക്കാൻ മേലെ. എന്നുവെച്ചിരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ അമേരിക്കയിലുള്ള തങ്കച്ചനോട് ദൈവം സംസാരിക്കണമേ, നീ അത്ഭുതങ്ങൾ. ഉമ്മായിരുന്ന് ഈ ആമ്പാറ്റ പറയ്ക്കും പോലെ നമ്മൾ കൊടുക്കുകയല്ല. ബർസില്ലായിക്ക് കാശ് കൊണ്ട് കൊടുക്കാൻ മനസ്സുകൊണ്ട് രണ്ടും കൂടെ ഒത്തവര് വളരെ ചുരുക്കമാ. ഇവിടെ പിന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നി സ്വോത്രകാഴ്ച ഒന്നും എടുക്കാതിരുന്നത്. ഇങ്ങോട്ട് നോക്ക്. ഓ എന്തോ പറയും, നന്നായിരിക്കുന്നു. ഈ ഉമ്മ നിന്ന് താ ഒരുത്തം നോക്കിയാ പോരെ? യോഗം നടക്കുകയല്ലേ? നടക്കും. നമ്മുടേത് തൊടുകയല്ല, നമ്മുടേതെല്ലാം ഫിക്സഡ്. എന്നുവെച്ചാൽ വഴിയാ നിൽക്കുന്നവനെ അവിടെ പോലെ താ കൺവെൻഷൻ ചെന്നാലോ അയ്യോ എൻ്റെ ദൈവമേ അങ്ങ് തെണ്ടുക. പോട്ടെ, ഞാനൊന്നും പറയുന്നില്ല, ഇനി അത് പറയുന്നില്ല, അത് പറഞ്ഞൊരു അലോക്യം വേണ്ട. വേറെ പണ്ടൊരു തള്ള പറഞ്ഞ പോലെ ആവശ്യത്തിന് എനിക്ക് വഴക്കുണ്ട്, പുതിയ വഴക്കൊന്നും എടുക്കുന്നില്ലെന്ന് പറഞ്ഞ പോലെ നമുക്ക് ആവശ്യത്തിനുണ്ടല്ലോ, പുതിയത് വേണ്ട. അപ്പൊ ഒരു കാര്യം പറയാം, ബർസില്ലായിയുടെ രീതി, അവൻ മഹാധനികനായിരുന്നു. വായിരു മോളെ. രാജാവ് ബർസില്ലായോട് എന്നോട് കൂടെ പോരുക, ഞാൻ നിന്നെ യെരൂശലേമിൽ എന്റെ അടുക്കൽ പാർപ്പിക്കും. കാരണം നീ എനിക്ക് അമരക്കായും പയറും പരിപ്പും തന്നതാ. ബർസില്ലായി കൊണ്ട് കൊടുത്തത് അമരക്കായും പയറും പരിപ്പ. ദാവീദ് കൊടുക്കുന്നത് അമരക്കായല്ല, യെരൂശലേമിലെ സുഖജീവിതം.
തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേം 12 വാതിലുകൾ, ആട്ടിൻവാതിലും മീൻവാതിലും താഴ്വരവാതിലും ഉറവവാതിലും കുപ്പവാതിലും നീർവാതിലും കുതിരവാതിലും ഹമ്മിക്കാട് വാതിലും കോൺവാതിലും എബ്രയീം വാതിലും മാത്രമാണോ കിഴക്കേ വാതിലുമുള്ള തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്ന യെരൂശലേം. യെരൂശലേമിലെ ജീവിതത്തിനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. സ്വർഗീയ യെരൂശലേമിലേക്കാണ് നിനക്ക് കോളിങ്. നോക്കില്ലാർക്ക് മതി പരമന്ദിരം. യെരൂശലേമിൽ നോക്കില്ലാർക്കും മതി പരമന്ദിരം. നോക്കില്ലാർക്കും മതി പരമന്ദിരം. ഭാഗ്യനാഥന്റെ ദിവ്യമാലയം. ഭാഗ്യനാഥന്റെ ദിവ്യമാലയം. പോകന്ന പുനരെന്നു നവരെന്നു മോദമുദിച്ചുമേ. പോകന്ന പുനരെന്നു നവരെന്നു മോദമുദിച്ചുമേ. നോക്കിലാർക്കും മതി പരമന്ദിരം. നോക്കിലാർക്കും മതി പരമന്ദിരം. ശാലേമേ നിന്റെ വാലുകൾ വാതിലിൽ. ശാലേമേ നിന്റെ വാലുകൾ. അപ്പൊ ശ്രദ്ധിക്കുക, ഇങ്ങനെ തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുക യെരൂശലേം. ആ യെരൂശലേമിലേക്ക് ബർസില്ലായിയെ വിളിച്ചു. ബർസില്ലായി കൊണ്ട് കൊടുത്തത് അമരിക്കായും പയറും പരിപ്പുവ. ദാവീദ് അങ്ങനല്ല കൊടുക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു ഭാഷയിലെ പിണങ്ങരുത്, എൻ്റെ ശൈലിയിൽ അങ്ങ് വിവരമില്ലല്ലോ. അപ്പൊ എൻ്റെ ശൈലി പറയാ, ഇയാൾ കാശുണ്ടെങ്കിലും പൊട്ടനാ. ചിലക്ക് ഇഷ്ടം പോലെ കാശുണ്ട്, അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ആണ്. ഇഷ്ടം പോലെ കാശ. ഇന്ന് വരെ ഒരു നല്ല മീൻ മേടിച്ച് വീട്ടിൽ കൂട്ടാൻ വെക്കുകയല്ല. ഒറ്റ കല്യാണം വിടുകയല്ല. രണ്ടും വെളുപ്പിനെ അങ്ങ് ഇറങ്ങും, ഒരു കൂടിന്റെ കൂടെ തള്ള ഒരു ഭാഗ്യം തൂക്കി. വീട്ടിലൊരു നല്ല ഭക്ഷണം എല്ലാവരുടെയും കാര്യമല്ല. രണ്ടുപേരും വെളുപ്പിനെ ചെന്ന് പെണ്ണും ചെറുക്കാനും വന്നില്ല, ബന്ധുക്ക ഇതുങ്ങൾ രണ്ടും നേരത്തെ അവിടെ ചെന്ന് അവിടെ വെക്കുന്നതെല്ലാം അടിച്ച് തിന്ന് രണ്ടിനും ദീനോവാ. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. ചിലരോ ആ കല്യാണത്തിനൊക്കെ ഇപ്പൊ പുതിയ മോഡേണിസം അല്ലേ, ഈ ഫ്രൂട്ട്സും ഒക്കെ കൊണ്ടുപോകുന്ന. ഞാൻ നോക്കിയപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയത് തള്ള കുറച്ച് ഫ്രൂട്ട്സ് എടുത്ത് ബാഗിനകത്ത് കുത്തിക്കയറ്റി. മുന്തിരി പൊങ്ങിയിരിക്കുക, സിപ്പ് ഇട്ടിട്ട് കയറുന്നുമില്ല, ചുമ്മാ കിട്ടുന്നതല്ലേ. അയ്യോ, ഇഷ്ടം പോലെ കാശുണ്ട്, പക്ഷെ വീട്ടിലൊന്നും ചെലവാക്കുകയല്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇഷ്ടം പോലെ കാശുണ്ട് പക്ഷെ ഒരു വണ്ടി മേടിക്കുകയല്ല. എന്നുവെച്ചാൽ റോഡ് നിൽക്കുക, ട്രാഫിക്കാരൻ നിൽക്കും പോലെ. എനിക്ക് കണ്ട തുരുത്തിക്കാട്ടിലൊരു അച്ചായനെ അറിയാം, ഇഷ്ടം പോലെ കാശുള്ളവനാ. ഏത് 2 വീലറുകാർ പോയാലും എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നേ? നമ്മുടെ ബന്ധുക്കോസിൽ കൊണ്ട് ചിലർ കാറുണ്ട്, ഇവരുടെ കാർ എടുക്കുകയല്ല. എന്നുവെച്ചാൽ അപ്പുറത്തിനോട് ചോദിക്കട്ടെ, നിങ്ങൾ യോഗത്തിന് പോകുന്നുണ്ടോ? എന്നെ അവര് പോകുന്നുണ്ടെങ്കിൽ അവരുടെ കാറെ കയറി എന്നാ 10 പ്രാവശ്യം പോകുമ്പോൾ 1 പ്രാവശ്യമെങ്കിലും ഇച്ചിരി പെട്രോളോ ഡീസലോ അടിക്കാൻ കാശ് കൊടുക്കണ്ടേ? ഇത് ഇവൻ കൊടുക്കുകയില്ല. അതുകൊണ്ട് ജോയിക്കുട്ടി പോകുന്നെന്ന് പറയാം, മാമ പറയും എന്തിനിങ്ങനെ ജീവിക്കുന്നത്? ഞാൻ ഒരു ഭാഷ പറയാം, നല്ലതല്ല, ചുമ്മാ പരവീടെ അടിച്ച് ജീവിക്കരുത്. അയ്യോ, ദാവീദ് പറഞ്ഞത് ചെലവ് കൂടാതെ ഞാൻ യാഗം കഴിക്കുകയെന്ന് അരുവനയോട് പറഞ്ഞ്, അരുവന പറഞ്ഞ ആവശ്യത്തിന് സ്ഥലമെടുത്തോ, ബാധ വന്ന് നിൽക്കുക, ബാധ എവിടെ നിൽക്കട്ടെ, ഞാനിത് യാഗം കഴിക്കണമെങ്കിൽ ഇതിന് തത്തുല്യമായ പണം സ്വീകരിക്കണം. ദൈവത്തെ ചെലവ് ചെയ്തൊന്ന് ആരാധിച്ച് അതിന്റെ നന്മ നീ ഇരിക്കുന്നിടത്ത് ദൈവം തരും, ദൈവം തരുമെന്ന്, ദൈവം തരുമെന്ന്. എടാ, വീട്ടു പ്രാർത്ഥന വെച്ചാൽ വരുന്ന ദൈവമക്കൾക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുക്കണം, ഉപവാസ പ്രാർത്ഥനയ്ക്ക് കൊടുക്കണ്ട. ഇത് മിക്ക വീട്ടിലും മിക്കവരും പ്രാർത്ഥന വെക്കത്തില്ല, കൊടുക്കണം. അതിന് കൊടുക്കുകയല്ല. ചെല്ലു പറയാ, പക്ഷേ എങ്ങനെ അന്ന് അവസാനം ഒരു പപ്സും ഒരു
പഴം. ആ പപ്സിന്റെ പൊടി മുഴുവൻ ആ വീട്ടിലും മുഴുവൻ ഇട്ട് കീറിയുടെ രണ്ടറ്റത്തും പപ്സിന്റെ അത് എന്ത് ചുമ്മാ കൊണ്ടുവന്ന തൂവാലും ടിഷ്യൂ പേപ്പറും പറ്റിയിരിക്കുക. രോഗം കഴിഞ്ഞപ്പോ പോവുക ഉമ്മ. എന്തിനിങ്ങനെ? എടാ, കൊടുക്കേണ്ടവന് നല്ലതുപോലെ കൊടുക്കണം. വിശേഷിച്ച് ദൈവനാമത്തിൽ ചെയ്യുമ്പോൾ നന്നായി ചെയ്യണം. ഞാനിതൊക്കെ ദൈവമക്കളോട് നന്നായിട്ട് പറയും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ആക്ഷേപമായിട്ട് തോന്നും. ഇയാൾ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത വർത്താനമൊക്കെ എന്തിനാ അതൊക്കെ പറയും. ഞങ്ങളുടെ സഭയിൽ എല്ലാ ഞായറാഴ്ചയും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും ദൈവകൃപയാല്. ചിലർ സ്പോൺസർ ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ ഈ കൺവെൻഷനൊക്കെ പോകുന്നതിൽ ദൈവമക്കൾ തരുന്നതിൻ്റെ അടുത്ത് ഞാൻ ഞായറാഴ്ച നന്നായിട്ട് കൊടുക്കും. സഭ പണ്ടിൽ നിന്നൊന്നുമല്ല കൊടുക്കുന്നത്. ഇത് എന്നാ കിട്ടിയാലും പണ്ട് എന്തോ കിട്ടിയാലും ഒരു മുട്ടുസൂചി മേടിച്ചാൽ ഉടനെ എന്തിനാടാ ഇങ്ങനെ? ഇതൊക്കെ നല്ല പ്രാഗൽഭ്യത്തോടാ പറയാന്. എല്ലാ ആഴ്ചയിലും കൊടുക്കും ഭക്ഷണം ദൈവകൃപയാൽ. ഈ ആഴ്ച വരെ കൊടുത്തു. അടുത്തതൊക്കെ ദൈവകരങ്ങളിലാ കൊടുക്കും. നന്നായിട്ട് കൊടുക്കും. കാരണം ആരാധനയ്ക്ക് വരുന്നവർ വിശന്ന് പോകരുത്. ഞാൻ അനുഭവത്തിൽ നിന്നും വചനത്തിൽ നിന്നും പറഞ്ഞാൽ കൊടുത്താൽ നിനക്കൊരു കുഴപ്പവും വരികയില്ല. ഇത് മണ്ടത്തരം ഒന്നുമല്ല, അബദ്ധം ഒന്നുമല്ല. ഇത് കൈവിട്ട് കളയാൻ. ഇത് വിതയ്ക്കുക എന്ന്. എടാ, വിതച്ചാലേ കൊയ്യാൻ പറ്റുള്ളൂ. വിതച്ചത് കൊയ്യുന്ന ഒത്തിരി പേരുണ്ട്. നീ എന്ത് വിതയ്ക്കുന്നു അത് നീ കൊയ്യും. ഞാനിതൊക്കെ നല്ല പ്രാഗൽഭ്യത്തോടെ ഞാൻ ഷൂപ്പാസോടിയോ ഞാൻ മീൻ മേടിക്കാൻ ചന്തയിൽ പോയ മീൻകാരനോട് പറഞ്ഞിട്ടുണ്ട്, നല്ല മുഴുത്ത പീസായിരിക്കണം മീൻ്റെത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞോണ്ട് കുറഞ്ഞത് 50 ഗ്രാം ഒരു മീൻ പീസ്, അല്ല 40 ഒട്ടും കുറയരുത്. ഇത് അച്ചാറിന് നുറുക്കും പോലെ മീൻ നുറുക്കുന്നേ. ഈ വിളമ്പുന്നവരോ ചില ആൾക്കാർ സ്പൂൺ ഇങ്ങനെ മേളിൽ കൂടെ ഓടിക്കുന്നതല്ലാതെ എടാ, കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടത് പോലെ കൊടുക്കണം. നിനക്ക് നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയില്ല. അത് അനുഭവിച്ചവർ ഇതിനകത്തിരിപ്പുണ്ട്. അവരുടെ സന്തതികളും അതിനകത്തിരിപ്പുണ്ട്. നിന്നെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്, നിന്നെ ആദരിക്കുന്നൊരു ദൈവമുണ്ടെന്നായി പറയുന്നത്. അബദ്ധമൊന്നുമല്ല, ഇത് മണ്ടത്തരമല്ല. ബർസില്ലായിക്ക് കാശ് കൊണ്ട് കൊടുക്കാൻ മനസ്സുകൊണ്ട് കൊടുത്തത് കൊണ്ട് ആ ദാവീദ് പറയുക, ഞാൻ നിന്നെ യെരൂശലേമിൽ എൻ്റെ അടുക്കൽ. പക്ഷെ ബർസില്ലായി ഒരു പൊട്ടനാ, കാശുണ്ടെങ്കിലും പൊട്ടനാ. അത് പറയാ, ഞാനിപ്പോ യെരൂശലേമിലോട്ട് വരുന്നത് എന്തിനാന്ന്? വായിച്ചേ മോളെ. ബർസില്ലായി രാജാവിനോട് പറഞ്ഞത് എന്തെന്നാ, ഞാൻ രാജാവിനോട് കൂടെ യെരൂശലേമിൽ വരുന്നത് എന്തിന്? ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും? ഇത് വല്ലതും ചോദിച്ചോ? അങ്ങോട്ട് വരുന്നോന്നല്ലേ ചോദിച്ചോളൂ. ചോദിക്കാത്തനെല്ലാം കയറി മറുപടി പറയാ, ഞാനിപ്പോ ഇനി എത്ര നാള് ജീവിച്ചിരിക്കും. പിന്നെ എനിക്കിന്ന് 80 വയസ്സായി. എനിക്കിപ്പോ 80 വയസ്സ്. ഇത് വല്ലതും പ്രായമുണ്ടെന്നാണോ ചോദിച്ചത്? വരുന്നോന്നല്ലേ ചോദിച്ചേ? എനിക്കിപ്പോ 80 വയസ്സുണ്ട്. പിന്നെ നല്ലതുമാകാത്തതും എനിക്ക് തിരിച്ചറിയാമോ? പിന്നെ ഭക്ഷണപാനങ്ങളുടെ സ്വാദ് അടിയൻ അറിയാമോ? ടേസ്റ്റ് ഒന്നുമില്ലെന്ന്, ടേസ്റ്റ് ഇല്ലെന്ന്. പിന്നെ അടുത്തത് സംഗീതക്കാരുടെയും സംഗീതക്കാരത്തികളുടെയും സ്വരം എനിക്ക് ഇനി കേട്ട് രസിക്കാമോ? ഓരോന്നും ഈ പോക്കുന്നില്ല. പിന്നെ അടിയൻ യജമാനായ രാജാവിന് ഭാരമായി തീർന്നത്. ഇടയ്ക്ക് കയറി പറയാ, 80കാരൻ പറയാ, കേൾക്കാൻ മേല. അന്നത്തെ ആരോഗ്യം എനിക്ക് ഇപ്പോഴുമുണ്ട്. ഈ ആരോഗ്യം വിശ്വാസത്തിന്റെ ആരോഗ്യമാ. തീത്തോസ് 2:1 വായിക്കുന്നത്, വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യം. ഇന്ന് രാത്രി ശരീരത്തിൽ ബലഹീനത വന്നാലും വിശ്വാസത്തിന് ബലഹീനത വരരുത്. വിശ്വാസത്തിൽ ആരോഗ്യം ഉണ്ടായിരിക്കണം. കാലവ് പറയാ, അന്നത്തെ ആരോഗ്യം എനിക്ക് ഇന്നുമുണ്ട്. 80കാരൻ ഒഴിവ് കഴിവ് പറഞ്ഞപ്പോ 85കാരൻ പറയാ, എനിക്കിതൊന്നും വിഷയമല്ല, ഞാനിപ്പോഴും പടയ്ക്ക് പോകും. കല്യാണത്തിന് വിളിച്ചപ്പോൾ എല്ലാവരെല്ലാം കൂടെ പറഞ്ഞു ഒഴിവ് കഴിയല്ലേ പറഞ്ഞേ. ഒരുത്തൻ കാളയുടെ പുറകെ, ഒരുത്തൻ നിലം, ഒരുത്തന് അവന് നെയ്യൊക്കെ കൂട്ടി ഉണ്ട് കണക്കുക. അമ്മായിയമ്മ ചോറ്. ഒഴികഴി ഓരോ തരം പറഞ്ഞൊരു നേരം, ഒഴികഴി ഓരോ തരം പറഞ്ഞൊരു നേരം, ഒരുത്തന് നിലത്തിനായി മനസ്സിൽ വിചാരം, ഒരുത്തനു നിലത്തിനായി മനസ്സിൽ വിചാരം, നിജ സ്ത്രീയിൽ ലയിക്കയാൽ ഒരുത്തനു സാരം, മുട്ടക്കുണ്ടു കാളകളാൽ അപരനു ഭാരം, രാജാത്മജ വിരുന്നതിൻ വിവരം, രാജാത്മജ വിരുന്നതിൻ വിവരം.
ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഒഴിവ് കഴിവ് പറയരുത്. ഞാൻ ആ ഭാഗമെല്ലാം അങ്ങ് വിടുക. ഒരു കാര്യം കൂടെ പറഞ്ഞ ആ ഭാഗം വിട്ടേച്ചെടുത്ത വാക്യത്തിൽ വരണമല്ലേ നിങ്ങൾ വല്ലതൊക്കെ ചിന്തിക്കും. ഇപ്പൊ തന്നെ പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് ആ ബർസില്ലായി ഒഴിവ് കഴിവ് പറഞ്ഞു. യെരൂശലേമിൽ പോയില്ല. ദാവീദ് യെരൂശലേമിൽ ചെന്ന് മരിക്കാറായപ്പോൾ തൻ്റെ മകൻ ശലോമോനെ വിളിച്ച് പറയാ, പിന്നെ ഒരു കാര്യം പറയാം, ആ ഗിലെയാദും ബർസില്ലായിയുടെ പിള്ളേരുടെ ദയ തോന്നണം കേട്ടോ. 2:7 വായിച്ചേ. 2:7. എന്നാൽ ഗിലെയാദ്യനായ ബർസില്ലായിയുടെ മക്കൾക്ക് നീ ദയ കാണിക്കണം. എന്റെ മോനെ ശലോമോനെ അവരുടെ അപ്പച്ചനെ പണ്ട് ഞാൻ യെരൂശലേമിൽ വിളിച്ച് പുള്ളി വന്നില്ല. പുള്ളി അന്നേരം പറഞ്ഞു, ഞങ്ങൾ തോമാസ്ലിയ കാലം വന്ന് അന്ന് സ്നാനപ്പെട്ടതാ, ഞങ്ങൾ പകലോമറ്റം കുടുംബമാ, ശങ്കരപുരിയാ, കാളികാവാത ആയില്ലമാ, ഞങ്ങൾ ഇന്നടത്തെയാന്നൊക്കെ പറഞ്ഞ് പുള്ളി അങ്ങ് ഉഴപ്പി. അച്ഛനുണ്ട്, ചെമ്മാച്ചനുണ്ട്, മെത്രാനുണ്ട്, കർദിനാളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഉഴപ്പി. എന്നാലും ആ കുടുംബത്തോടൊരു ദയ ഉണ്ടായിരിക്കണം. ആ അപ്പച്ചൻ എനിക്ക് ഒത്തിരി ഭക്ഷണമൊക്കെ തന്നതാ. ആ അപ്പച്ചൻ്റെ മക്കളോട് നീ ദയ തോന്നണം. ആ ഗിലെയാദിനായ ബർസില്ലായിയുടെ മക്കളോട് നീ ദയ കാണിക്കണം. അടുത്തത്, അവർ നിന്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കണം. നിന്റെ മേശയിൽ നിന്ന് പിള്ളേര് ഭക്ഷണം കഴിക്കണം. അത് പറഞ്ഞങ്ങ് നിർത്ത. ദാവീദ് പറയുക, ശലോമോനെ നിന്റെ മേശയിൽ നിന്ന് ആ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കണം. അവരുടെ അപ്പച്ചൻ പണ്ടെനിക്ക് ഭക്ഷണം തന്നതാ, എന്നെ മാനിച്ചതാ. അതുകൊണ്ട് ഞാൻ ആ കുടുംബത്തോട് എനിക്കൊരു ദയയുണ്ട്. ആ പിള്ളേരെല്ലാം നിന്റെ മേശയിൽ നിന്ന്. ശലോമോന്റെ മേശ എന്ന് പറഞ്ഞാൽ നമ്മുടെ മേശ പോലല്ല. നമ്മുടെ മേശയില് ഒരു ചെറിയ കുപ്പിക്കകത്ത് അച്ചാറ്, 3 ദിവസം മുമ്പ് വറുത്ത പപ്പടം, ഒന്ന് പ്ലാസ്റ്റിക് കൂടി കെട്ടിയിട്ടേക്കുന്നു, ഇല്ലെങ്കിൽ ഒരു ടിന്നിനകത്ത് 1 മുമ്പുണ്ടാക്കിയ കാച്ചിയ മോര്, അത് പിന്നെ ചൂടാക്കി കുഞ്ഞുഞ്ഞിന് അത് കുടിച്ചൊരു നമ്മുടെ മേശ. വിളയാതെ കാറ്റത്തൊടിഞ്ഞൊരു കൊല, വിളയാഞ്ഞതാ, കളയാനൊക്കുകയല്ലോ. അതും കണ്ടിച്ചവിടെ. ആ തൊലി ഉരിയണമെങ്കിൽ ആരെയും കൊണ്ടുവേണം, നഖമുള്ളവരെ. ആഞ്ഞു പിടിച്ചാൽ ഇതിനകത്ത് പഴം അധികമില്ല, അത് മൊത്തം ചള്ളിപ്പോവും. നമ്മുടെ മേശ ഒന്നും അറിയാൻ മേല. 2 മത്തി വറുത്ത് മാപ്പിളയും പെമ്പിളും കൂടെ നോക്കിയെടുത്ത് മത്തിയെ പിടിച്ച് വലിക്കുക. ആ 3 ചപ്പാത്തി, 1.5 ചപ്പാത്തി വെച്ച് ചപ്പാത്തിയെ പിടിച്ച് വലിച്ചപ്പം കൂടുതൽ അങ്ങോട്ടും അന്നാട്ട്. ഇതാ നമ്മുടെ മേശ. ശലോമോന്റെ മേശ അങ്ങനാന്നോ മോളെ? ഒരു വാക്യം വായിച്ച ശലോമോന്റെ മേശ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 4-ാം അധ്യായത്തിന്റെ 22. ശലോമോന്റെ നിത്യച്ചെലവ്, ഡെയിലി നിത്യച്ചെലവ് ദിവസം 1-ന് 30 പറ നേരിയ മാവും. അങ്ങനെ ഉണ്ട്. ഡെയിലി ഉള്ള ചെലവാ വീട്ടിലെ കൊട്ടാരത്തിലേ. ദിവസം 1-ന് 30 പറ. ആയിക്കോ വച്ചേ, 30 പറ നേരിയ മാവും. ഇങ്ങോട്ട് നോക്കിയാ. നേരിയ മാവെന്ന് പറഞ്ഞാ എന്തോ മാവാ? നേരിയതിനകത്ത് കൊണ്ടുവരുന്നതാണോ മോളെ? പേരെന്തുവാ? അക്സ. നല്ല പേരാ. അക്സായും ഗസിയായും ഖേരം കപ്പൂക്കും ഒക്കെ നല്ല പേരാ. നേരിയ മാവെന്ന് പറഞ്ഞാ എന്തുവാ? ആണ്ട് അമ്മ പറഞ്ഞു തരും. കുനിഞ്ഞിരിക്കുന്ന അമ്മ പറഞ്ഞു കൊടുക്കമ്മേ നേരിയ മാവ് എങ്ങനെയാന്ന്. അമ്മേ നേരിയ മാവ് എങ്ങനെയാ അമ്മേ? അമ്മേ ലേശം പോലും തരിയില്ലാത്തത് എന്ന് പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പാലപ്പത്തിന്റെ മാവ് തരി പോലുമില്ല. അത് 30 പറ. ഇപ്പൊ പഴയതുപോലെ പാലപ്പം ഒന്നും വീട്ടിൽ അങ്ങനെ അധികം ഉണ്ടാക്കാൻ മെനക്കെടാനൊന്നും എല്ലാവർക്കും. ഞങ്ങളുടെ അമ്മയൊക്കെ ചെയ്യുന്നുണ്ട്. അരിയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ പാകത്തിന് ഒക്കെ അന്നൊക്കെ ഉരലിലിട്ട് ഇടിച്ച് അരിപ്പ കൊണ്ട് തെള്ളി. പിന്നെ ഒരു കാച്ചുണ്ട്, കപ്പി കാച്ച്. അങ്ങനല്ലേ? കാച്ചി കപ്പി കാച്ചുകാന്നാ പറയുന്നത്. അതൊക്കെ അമ്മമാര് പരുവത്തിന് കുഴച്ച് ഒക്കെ വെച്ച് പിറ്റേന്റെ ഇത് പൊങ്ങി അതൊക്കെ ചുട്ട് അത് ചുടുമ്പോ തന്നെ ഒരു മണമാണ്. ഇനി അതൊക്കെ സ്വപ്നം കണ്ടോണ്ടിരിക്കും. ഒരു സ്വപ്നം കണ്ടോ അമ്മ കാച്ചിയത്?
അതൊക്കെ നടക്കുള്ളൂ. നിങ്ങൾ വല്ലോ ഇനിയും ഒരലിനകത്ത് വല്ലോ ഇടിച്ച തെള്ളി ഇടിക്കും മിക്കവാറും, അതിന് സാധ്യതയുണ്ട്. അപ്പൊ അന്ന് അങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. കാലം പുരോഗമിച്ചു. ഇപ്പം കടയിൽ നിന്ന് കിട്ടും, ഒഴിച്ചേച്ച് കലക്കിയ ചുടനെ തന്നെ ആട്ടെ. ഇത് ദിവസം ഒന്നിന് 30 പറ നേരിയ മാവ്, പിന്നെ 60 പറ സാധാരണ മാവ്. 60 പറ സാധാരണ മാവ്. അപ്പൊ 30 60 90 പറ മാവിന്റെ ഭക്ഷണം ഒരു ദിവസം. നമ്മൾ യോഗം നടത്തുമ്പോൾ 1/2 കിലോ മാവ് മേടിച്ചു, ഗോതമ്പ് മാവ് മേടിച്ചു, അത് 32 ചപ്പാത്തി പരത്തി വെച്ച് നോക്കിയാൽ ഹൈ റേഞ്ച് വരെ കാണാം. നമ്മുടെ ദിവസത്തെ ഇത് നേരിയ മാവ് 30 പറ, സാധാരണ മാവ് 60 പറ, 90 പറ മാവ്. വായിക്കും മോളെ. മാൻ. പിന്നെ ഇളമാൻ. വല്ലതും കഴിച്ചിട്ടുണ്ടോ? മാനോ ഇളമാനോ വല്ലോ കഴിച്ചിട്ടില്ല. പാടി നടന്നിട്ടുണ്ടോ മാൻ കിടാവേ എന്നൊക്കെ? എവിടാന്നൊന്നും എന്നോട് ചോദിക്കരുത്. മാൻ കിടാവേ. ഇത് മാനും ഇളമാനും, പിന്നെ മ്ലാവ്. ഇതൊക്കെ കാട്ടിലൊക്കെ ഉള്ളതാ. മ്ലാവ്. പിന്നെ പുഷ്ടി വരുത്തിയ പക്ഷികൾ. പുഷ്ടി വരുത്തിയ പക്ഷികൾ അത് നമുക്കറിയാം. ഇപ്പോഴത്തെ ബ്രോയിലർ കോഴി പുഷ്ടി വന്നതല്ല, ഇഞ്ചക്ട് ചെയ്ത് കയറ്റുക, വരുത്തിയതാ. അത് കഴിച്ച് നമ്മൾ ആ കോഴി ഇരിക്കും പോലെ ഇരിക്കുന്നേ. ഒരനക്കം വന്ന് അങ്ങരിക്കുമ്പോ അത്ര ഉള്ളൂ. അല്ല, പുഷ്ടി വരുത്തി വെച്ചിരിക്കുക. പുഷ്ടി വരുത്തിയ പക്ഷി. പിന്നെ എന്നിവ കൂടാതെ തടിപ്പിച്ച 10 കാളയും. 10 കാള തടിപ്പിച്ച നല്ല കൊഴാന്നിരിക്കുന്നത്, അല്ലാതെ വാരിയല് തെളിഞ്ഞ് കമ്പത്തിന്ന് വരുന്നതല്ല. പിന്നെ മേച്ചിൽപ്പുറത്തെ 20 കാളയും. മേഞ്ഞ് നല്ല എണ്ണമയമുള്ള നല്ല മിടുക്കൻ മൃഗമാ. പിന്നെ 100 ആടുമായിരുന്നു. നമ്മൾ കിടന്ന് ആടുന്നുണ്ട്, അല്ലാതെ അവിടെ ആട്. ഇതാണ് ശലോമോന്റെ മേശ. ഡെയിലി ദാവീദ് തന്റെ മകൻ ശലോമോനോട് പറയാ, പിന്നെ പണ്ടെനിക്ക് അമരക്കായും പയറും പരിപ്പും തന്നവന്റെ സന്തതിയെ നീ കൊണ്ടുവന്ന് നീ മേശയിൽ ഇരുത്തണം. കർത്താവിന്റെ വേലയ്ക്ക് പച്ചവെള്ളം കൊടുത്താൽ 10 രൂപ കൊടുത്താൽ അവിടുത്തെ വരവ് താമസിച്ചാൽ നിന്റെ സന്തതിയെ അവൻ പുതിയ മേശയിൽ കൊണ്ടുവന്ന് ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ദൂരത്തോ ചാരത്തോ എന്നെ കേൾക്കുന്ന ആരും കൊണ്ടുമുണ്ടെങ്കിൽ ദൈവമാർക്കും കടക്കാരനല്ല. ഇത് മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. നിന്നെ ആദരിക്കുന്ന മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. തന്നിരുനാമത്തിനായി മണ്ണിൽ നിന്നക സഹിച്ചവരെ, ഓ തന്നിരുനാമത്തിനായി മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ, തിരുസന്നിധം ചേർത്തുതൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുമേ. തിരുസന്നിധം ചേർത്തുതൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുമേ. ഓ പ്രതിഫലം തന്നിടുവാ, ഓ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ ഇടുവാൻ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കേ. വെളിയിലെ മഴയാ കൊണ്ട് ഇപ്പം വിട്ടാലും ഇവിടൊക്കെ തന്നെ കറങ്ങി നിൽക്കുകയേ ഉള്ളൂ. എന്നാ പിന്നെ ഇച്ചിരി നേരം കൂടി ഇരിക്കട്ടെ. അവിടെ വിട്ട് ഇപ്പം നിർത്തി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടി ബഹളമൊക്കെ ആയിരിക്കും. അത് ഇച്ചിരി എന്നോട് ഇരിക്കട്ടെ. അപ്പൊ ഇന്ന് രാത്രി ഇത് മറന്നു കളയുവാൻ നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല. ഞാൻ ഇടയ്ക്കത്തെ എല്ലാം ഇവിടെ ഉൽപ്പത്തി പുസ്തകം, സകലത്തിന്റെ ഉൽപ്പത്തി, പുറപ്പാട്, ദൈവജനത്തിന്റെ പുറപ്പാട്, ലേവ്യ പുസ്തകം, ആരാധനയുടെ പുസ്തകം, സംഖ്യാ പുസ്തകം, എണ്ണമെടുക്കുന്ന പുസ്തകം. ഓർപ്പിച്ചല്ലോ, 2 സ്ഥലത്ത് വെച്ച് എണ്ണമെടുത്തു. അത് എണ്ണമെടുക്കുന്നത് 26-ാം അധ്യായം ബാധ കഴിഞ്ഞും ബാധയ്ക്ക് മുമ്പും. ബാധയ്ക്ക് മുമ്പ് എടുത്തതാണ് 1-ാം അധ്യായത്തിന്റെ 1 മുതൽ. എല്ലാ വാക്യവും വായിപ്പിക്കുന്നില്ല. 1-ാം അധ്യായത്തിന്റെ 1 മുതൽ പറയാ എണ്ണി തുകയെടുക്കണം. എന്നിട്ട് 26-ാം അധ്യായത്തിൽ വായിക്കുന്നത് ബാധയ്ക്ക് ശേഷം
ഇവർക്ക് എണ്ണം എടുത്തു. 2 സ്ഥലത്ത് വെച്ച് എണ്ണി. ആ വാക്യം വായിച്ച 26:63 പെട്ടെന്ന് 26-ാം അധ്യായം 63-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 26:63 ഇടത്ത് വശത്ത് കണ്ണിക തുടങ്ങുന്നിടത്ത് യെരിഹോവിന്റെ സമീപത്ത് യോർദാൻ അരികെ യെരിഹോവിന് സമീപത്ത് യോർദാനരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയ്ക്കും പുരോഹിതനാകുന്ന എലെയാസറും എണ്ണിയവർ ഇവർ തന്നെ. അടുത്തത് എന്നാൽ മോശയും അഹരോൻ പുരോഹിതന് സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവരെണ്ണിയവരിൽ ഒറ്റ ഒരുത്തനും ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ൽ ഇവരെ തെള്ളിയിട്ടെന്ന 5 വായിച്ചേ, ഓടിച്ചോടിച്ച് വായിച്ചോ. പെട്ടെന്ന് വായിച്ചോ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. വൈരേ എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. 2 സ്ഥലത്ത് വെച്ച് എണ്ണി. ആദ്യം എണ്ണിയവരിൽ ഒറ്റ ഒരുത്തന് ഒടുക്ക എണ്ണിയപ്പം കണ്ടില്ല. എണ്ണിയ പുള്ളി ഒടുവിലില്ല. അഹരോനില്ല. അഹരോൻ ഇടയ്ക്ക് മരിച്ചു. ഇതാണ് സംഖ്യാപുസ്തകം. അധികം വിവരിക്കുന്നില്ല. നമ്മൾ 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ പറയുക, ആഭിചാരം യാക്കോബിന് പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ആഭിചാരം യാക്കോബിന് പറ്റാത്തത്? ഇതിന്റെ പശ്ചാത്തലമാകമൊക്കെ വിടിരിക്കുന്ന എല്ലാവർക്കും മനപാഠമാണ്. ദൈവത്തിന്റെ ജനമാകുന്ന ഇസ്രായേലും പുറപ്പെട്ട് ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ കൂടി പ്രയാണം ചെയ്ത് ഏതാണ്ട് 40 കൊല്ലം കൊണ്ട് 42 ഇടങ്ങളിൽ പാളയമടിച്ച് 12 ഇടങ്ങളിൽ വെച്ച് പിറുപിറുത്ത് 10 സ്ഥലത്ത് വെച്ച് ശിക്ഷ നടത്തി എണ്ണി തിട്ടമെടുത്തത് 2 പേരൊഴികെ ശിഷ്ടമുള്ളവർ പട്ടുപോയി ശേഷമുള്ളവരാ കനാനിലേക്ക് പോകുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് വരുന്ന വേളയിൽ മോവാബ് സമഭൂമിയിൽ വന്ന് പാളയമറങ്ങി. അപ്പോൾ ആ നാട്ടുരാജാവ് ബാരാക്ക് പേടിച്ചു. അവൻ പറഞ്ഞു, കാളവയലിലെ പുല്ല് നക്കിക്കളയുന്നത് പോലെ ഈ ജാതി നമ്മെ നക്കിക്കൊല്ലും. അതുകൊണ്ട് ഇവരെ നമുക്ക് തകർക്കണം. അപ്പോൾ മിദ്യാന്യ മൂപ്പന്മാര് പറഞ്ഞ് തകർക്കരുത്, രക്ഷപ്പെടുകയല്ല, അവര് കരുത്തന്മാരാ, അവരോട് ജയിക്കാനൊക്കത്തില്ല. അവര് അമോര്യരോട് ചെയ്തതും കേട്ടിട്ടില്ലയോ? സീഗോനോട് ഓഗിനോടൊക്കെ ചെയ്തത്, അർണോന്തോടും അതിന്റെ കടവുമൊക്കെ പിടിച്ചു കയറി അവൻ കരുത്തന്മാരായിട്ട് വന്നിരിക്കുക. മാത്രമാണോ 4 പാളയമടിച്ചായി കിടക്കുന്നത്. അതുകൊണ്ട് ദൈവം അവരുടെ മധ്യേ ഉള്ളത് കൊണ്ട് അവരോട് ജയിക്കാനൊക്കത്തില്ല. അപ്പൊ ചോദിച്ചെന്താ പോംവഴി കണ്ടുപിടിച്ചൊരു പോംവഴി ഉണ്ട്. ഇവിടെ അടുത്തൊരു പ്രവാചകനുണ്ട്. അയാളെ വിളിച്ചു കൊണ്ടുവന്ന് പ്രവചിച്ചു കൊല്ലണം. പ്രവചിച്ചല്ല, പ്രാഗി കൊല്ലണം. അതന്നെ പുള്ളിയുടെ ശുശ്രൂഷ. അങ്ങനെ അറം പറ്റുന്ന പ്രാഗ് ഇവനെല്ലാം ഇരിപ്പതാ. പുള്ളിക്ക് അങ്ങനത്തെ ഒരു ശുശ്രൂഷയാ. അപ്പൊ ചോദിച്ചു, പുള്ളി പ്രാഗി കൊല്ലുമോ? കൊള്ളാം, പുള്ളിയുടെ ശുശ്രൂഷ മുഴുവൻ അതല്ലയോ, അങ്ങ് പ്രാക്കും അലപ്പുവാ. അപ്പൊ ചോദിച്ചു പുള്ളിയെ വിളിച്ചോണ്ട് വരാൻ. ആള് വിട്ട ഭാഗം നിങ്ങൾക്കറിയാം. ബിലയാമിന്റെ ഇടയ്ക്ക് ആള് വിട്ടു. ബിലയാം ഇവരെ പ്രവചിച്ചു കൊല്ലാൻ, അല്ല ശപിച്ചു കൊല്ലാൻ വരിക. ആരാ ബിലയാം? വായിച്ച ആവർത്തനം 23:3 വായിച്ച ആരാണ് ബിലയ? ഇവിടുത്തുകാരനാ. അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആവർത്തനം 23:3 ആ കണ്ണിക തുടങ്ങുന്നിടത്ത് വായിച്ചേ മോളെ. ഒരു അമ്മോന്യനോ മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അവന്റെ 10-ാം തലമുറ പോലും ഒരു നാളും യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുത്. അടുത്ത വാക്യം. നിങ്ങൾ മിസ്രയീമിൽ നിന്ന് വരുമ്പോൾ അവർ അപ്പവും വെള്ളവും കൊണ്ട് വഴിയിൽ നിന്ന് എതിരേൽക്കായോ കൊണ്ട് അടുത്ത ഫലം നിന്നെ ശപിപ്പാൻ മെസൊപ്പൊത്താമിയയിലെ പദോരിൽ നിന്ന് ബയോരിന്റെ മകനായ ബിലയാമിനെ അപ്പൊ കൂലിക്ക് വിളിപ്പിച്ചു. മെസൊപ്പൊത്താമിയയിലെ പദോരിൽ നിന്ന് ഉള്ളവനാണ് ബിലയ. അപ്പോൾ മെസൊപ്പൊത്താമിയയിൽ നിന്ന് വേറൊരുത്തൻ ഇറങ്ങിയായിരുന്നു. അത് നമുക്കറിയാം. അത് മറ്റാരുമല്ല. വായിച്ച അപ്പോസ്തല പ്രവൃത്തി 7:1 മുതൽ വായിച്ച 2 മെസൊപ്പൊത്താമിയ. ഒരുത്തൻ അങ്ങ് പ്രാക്കും അലപ്പും തന്നെ. എന്നാൽ വേറൊരുത്തൻ വായിച്ച 7:1 ഇത് ഉള്ളത് തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിച്ചു. അവൻ പറഞ്ഞത്, സഹോദരന്മാര് പിതാക്കന്മാരുമായുള്ള പുരുഷന്മാരെ കേട്ടുകൊള്ളുവീൻ. അടുത്തത്, നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസൊപ്പൊത്താമിയയിൽ ഇരിക്കുമ്പോൾ തന്നെ തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ടു. മെസൊപ്പൊത്താമിയയിൽ നിറങ്ങിയ ശ്രേഷ്ഠനായ വ്യക്തിയാണ് അബ്രഹാം പ്രാക്കും അലപ്പും ഒന്നുമല്ലായിരുന്നു. അബ്രഹാം എന്തോടുക്കുക? വായിച്ച എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 10-11 വാക്യം. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. എബ്രായർ 11:10-11 വാക്യങ്ങളൊന്ന് വായിച്ചേ മോളെ, പെട്ടെന്ന് വായിരും. ദൈവം ശില്പിയായി നിർമ്മിച്ചത് 9 മുതൽ വായിച്ചു. അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആകുമല്ലോ. വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത്
അന്യദേശത്തെന്ന പോലെ വാഗ്ദത്തങ്ങൾക്ക് കൂട്ടവകാശികളാക്കുന്ന ഈ സഖാക്കിനോട് യാക്കോബിനോട് കൂടെ കൂടാരങ്ങളിൽ പാർത്ത് ദൈവശില്പിയായി നിർമ്മിച്ചതും മെസപ്പൊത്തുമായി നിറങ്ങിയ അപ്രക ദൈവശില്പിയായി നിർമ്മിച്ച നഗരം കണ്ടോണ്ടിരിക്കുക. എന്നാൽ ഇവിടെ ഒരുത്ത മെസപ്പൊട്ടുമയായി നിറഞ്ഞവൻ ആൾക്കാരെ പ്രാഗി ശപിച്ചു അലച്ചു നടക്കുക. ഇങ്ങനെ രണ്ട് കക്ഷികൾ എല്ലാ കാലത്തും ഉണ്ട്. ഇറങ്ങിയ ഒരു സ്ഥലത്ത് നിന്ന് ഒരുത്തൻ അനുഗ്രഹത്തിന്റെ നന്മയുടെയും വഴിയിൽ കൂടെ, ഒരുത്തൻ അലച്ചും തല്ലിയും പ്രാഗി. എന്നുവെച്ച് പുള്ളി ഇടയ്ക്ക് പറയാ പക്കതം മരിക്കുമ്പോൾ എനിക്ക് പക്കതം മരിക്കുമ്പോൾ ജീവിച്ചാലല്ലയോ. ആ ഭാഗത്തേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം. ബിലിയാം മെസപ്പൊട്ടോമിയക്കാരനാ. ഇവൻ പ്രാഗിക്കൊല്ലാൻ, ദൈവജനത്തെ പ്രാഗിക്കൊല്ലാൻ വരിക. ഇവനിങ്ങനെ വന്ന് പ്രാഗി ശപിച്ചു കൊല്ലുവാനായിട്ട് പദ്ധതിയിട്ട് ഈ മോവാബ് സമഭൂമിയിൽ വന്നതിന്റെ പർവ്വത ശിഖരങ്ങളിലോട്ട് കയറി 3 പോയിന്റിൽ ഇവനെ കൊണ്ട് നിർത്തി. അതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഈ 3 പോയിന്റിൽ ഇവൻ സുഭാഷിതമാ ചൊല്ലിയത്. നല്ല കാര്യങ്ങൾ ചൊല്ലുക. ശപിക്കാനാ വരുന്നെങ്കിൽ വായിൽ കൂടെ അനുഗ്രഹത്തിന്റെ വചസ. 23:7 വായിച്ചേ മോളെ. 23:7. അപ്പോൾ അവൻ സുഭാഷിതം ചൊല്ലി. അതിന്റെ 18 അവൻ സുഭാഷിതം ചൊല്ലി. 24:3 അവൻ സുഭാഷിതം ചൊല്ലി തുടങ്ങി. അതിന്റെ 15 തോന്നുന്നു. അവിടെ 14 സുഭാഷിതം. അപ്പൊ ഇവിടെ തുടങ്ങി. എല്ലാം സുഭാഷിതം ചൊല്ലി. സുഭാഷിതം നല്ല കാര്യങ്ങളാ. ആട്ടെ, എല്ലാം വിവരിക്കുന്നില്ല. പ്രാഗിക്കൊല്ലാനാ വന്നെങ്കിലും വായിന്ന് വരുന്നത് മുഴുവൻ അനുഗ്രഹത്തിന്റെ വചസ. കാരണം എന്നാന്നറിയാമോ? ദൈവം പ്രാകാത്തവനെ ആര് പ്രാകും? ദൈവം ശപിക്കാത്തവനെ ആര് ശപിക്കും? ഇന്ന് രാത്രി വേർപെട്ട ദൈവമക്കളോട് പറയാ, നമ്മെ മുടിച്ചു കളയുവാൻ, തകർത്ത് കളയുവാനൊക്കെ ചിലര് ചിന്തിക്കും. പദ്ധതിയുടെ നീ അഞ്ജലിക്കുമൊന്നും വേണ്ട. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം നിന്റെ സമീപം ഉണ്ടെങ്കിൽ നിനക്കൊരു ദോഷവും വരികയില്ല. എടാ, ഒരു MP-യുടെ പുറകെയും പോകണ്ട, MLA-യുടെ പുറകെയും പോകണ്ട. അവര് പോട്ടെ, അവരെ ഏൽപ്പിച്ച കാര്യം അവര് ചെയ്യും. എന്തിക്കോസുകാരെ നീ വോട്ട് പിടിക്കാനും പോകണ്ട, ഇലക്ഷന്റെ പ്രചരണത്തിന് നീ പോകണ്ട. അതൊക്കെ പോകാൻ അവരാൾക്കാരെ നിയമിച്ചിട്ടുണ്ട്. നീ തിങ്കൾ മുതൽ ശനി വരെ അതിന്റെ പുറകെ വെച്ച് ഞായറാഴ്ച കോഴിക്കാരൻ വരുമ്പോൾ വരിക അവയിലോട്ടെ. അതൊക്കെ അവര് നിയമിച്ചോളും. എന്നെ നിന്നെ ഏൽപ്പിച്ചത് എന്തിനാണെന്നറിയാമോ? വാർഡ് മെമ്പർക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും ബ്ലോക്കിലെ ആൾക്കാർക്കും മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷന്റെ കേരള ഗവൺമെന്റിന്, ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കാനാ എന്നെ നിന്നെ ഏൽപ്പിച്ചേ. അല്ലാതെ മറ്റു പ്രചരണത്തിന് പോകാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. ആരെയാ നിന്നെ എന്നെ ഞാൻ പറഞ്ഞ അതേ പറയാ. രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, അഭിഷേകം പ്രാപിച്ച് തിരുമേശ എടുത്ത് വേർപാട് പാലിക്കുന്ന നിന്റെ കാര്യം എന്നെ നിന്നെ ഏൽപ്പിച്ചത് പ്രാർത്ഥിക്കാനാ. നീയും ഞാനും മുട്ടമടക്കി പ്രാർത്ഥിച്ചാൽ തിരുവഴുത്ത് പറയുന്നത് എന്നാന്നറിയാമോ? ഏത് ഭരണകൂടം വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യ നരേന്ദ്രമോദി ഭരിക്കട്ടെ, കേരളം ഇനി പിണറായി ഭരിക്കുന്നെങ്കിൽ ഭരിക്കട്ടെ, അല്ല സതീശൻ കയറട്ടെ, ഇനി നരേന്ദ്രമോദി മാറി വേറെ ആര്, രാഹുൽ കയറട്ടെ, ആര് കയറിയാലും ഇവിടെ ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ എന്നെ നിന്നെ ഏൽപ്പിച്ചത്. സ്തോത്രം. നീ ഞാനും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം ചിലത് ചെയ്യും. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് തിരിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. രാജാക്കന്മാരെ വാഴിക്കുന്നവനും രാജാക്കന്മാരെ നീക്കുന്നവനും സർവജ്ഞനായ ദൈവമാണ്. ദൈവമക്കൾ പ്രാർത്ഥിച്ച് പോരാടണം. നിനക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. ഏത് നിയമം വന്നാലും, ഏത് ഭരണകർത്താക്കൾ വന്നാലും നിനക്ക് വേണ്ടി വ്യവഹരിക്കുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ട്. യുദ്ധം യഹോവയ്ക്കുള്ളത്. അതുകൊണ്ട് ദൈവമക്കളോട് പറയാ, പ്രാർത്ഥനയിൽ പോരാടണം. ശപിക്കാനാ വന്നെങ്കിലും വരുന്നത് മുഴുവൻ അനുഗ്രഹത്തിന്റെ വചസ. അങ്ങനെ വന്നൊരു വചസ നമ്മുടെ കുറുവാക്യം. ആ വിചാരം യാക്കോബിന് പറ്റത്തില്ല. അതെന്താ പറ്റാത്തതിന്റെ കാരണം? കമ്പിവാചകം പോലെ ചില കാര്യങ്ങൾ പറയാ, അത് വിശദീകരിക്കുന്നില്ല. എല്ലാം നല്ല അറിവും തിട്ടമുള്ളവരല്ലേ. മഴ പൂർണ്ണമായിട്ട് മാറുമ്പോൾ പ്രസംഗവും നിർത്തും.
അപ്പൊ ശ്രദ്ധിക്കുക, ആ ആഭിചാരം യാക്കോബിന് പറ്റാത്തതിന്റെ കാര്യം ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിച്ചു സഹായിക്കണം. സംഖ്യാപുസ്തകം തന്നെ 24 അധ്യായത്തിന്റെ 8 വാക്യം വായിച്ച് ആഭിചാരം പറ്റാത്തതിന്റെ കാര്യം. ദൈവം അവനെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. എല്ലാം വിശദീകരിക്കാൻ നേരമല്ല. ആഭിചാരം പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം ഇവിടെ എഴുതിയിരിക്കുക, ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് എന്ന് പറഞ്ഞ മിസ്രയീമിൽ നിന്ന് പോകുന്ന ദൈവമക്കളാ ഇവര്. അങ്ങനെയുള്ളവർക്ക് ആഭിചാരം പറ്റത്തില്ല. എങ്ങനെ മിസ്രയീമിൽ നിന്ന് പോകുന്നത്? ചുമ്മാ ഇറങ്ങി പോരുകല്ല, പിന്നെ എങ്ങനെ പോകുന്നു? ഒറ്റ വാക്കി പറയാ, 9 പാറ വിട്ടിട്ടും മാനസാന്തരം വരാത്ത പറവോൻ അവൻ അത് മാനസാന്തരപ്പെടാൻ ദൈവം 10ാമത്തെ ഒരു ബാധ അയച്ചു. അത് നമുക്കെല്ലാം അറിയാം. അത് കടിഞ്ഞൂൽ സംഹാരം നടക്കാൻ പോവുക. ഈ കടിഞ്ഞൂൽ സംഹാരം കാമൻ കടന്നു കയറാതിരിക്കാൻ ദൈവം ഒരു വ്യവസ്ഥ വെച്ചു. ഒരു കുഞ്ഞാടിനെ അറുത്ത് ചോരത്തളയാതിരിക്കണം. പുറപ്പാട് പുസ്തകം 12:1 മുതൽ പഠിക്കുമ്പോൾ ഈ മാസം നിങ്ങൾക്ക് മാസത്തിന്റെ ആരംഭമായിരിക്കണം. അതത് കുടുംബത്തിന് ഒരു ആട്ടുംകുട്ടിയെ വേർതിരിക്കണം. 6,03,351 ആട്ടുകൊറ്റനെന്ന് ഒരു കണക്കുണ്ട്. വീടൊന്നിനൊരു ആട്ടിൻകുട്ടി. ആട്ടിൻകുട്ടിയുടെ യോഗ്യത കൊണ്ട് കാണുന്ന ആടിനെയെല്ലാം പിടിച്ച് കണ്ടിക്കരുത്. എന്താ ആട്ടിൻകുട്ടിയുടെ യോഗ്യത? പുറപ്പാട് 12:5 വായിര്. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതും ആണുമായിരിക്കണം. അത് ചെമ്മരിയാടോ ഊനമില്ലാത്തൊരു ആട്ടിൻകുട്ടിയെ കണ്ടിക്കണം. 14-ാം തീയതി ഈ ആട്ടിൻകുട്ടി മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറയുക, താണ്ട ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പിന്നെയും പറയുക, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ കുഞ്ഞാട് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. അത് അറക്കപ്പെട്ട കുഞ്ഞ്. യേശു ക്രിസ്തുവിന്റെ കുഞ്ഞാടെന്നും ദൈവ കുഞ്ഞാടെന്നും അറക്കപ്പെട്ട കുഞ്ഞാടെന്നും കുരുളറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നും ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാടെന്നും കോപത്തിന്റെ കുഞ്ഞാടെന്നും വേളികരിക്കാൻ വരുന്ന കുഞ്ഞാടെന്നും വിളക്കാകുന്ന കുഞ്ഞാടെന്നൊക്കെ അലങ്കാര ഭാഷയിൽ സാന്ദർഭോചിതമായി ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെങ്കിൽ കുഞ്ഞാട് മറ്റാരുമല്ല, നസറയനാകുന്ന യേശു ക്രിസ്തു. ആ കുഞ്ഞാടിനെ 14-ാം തീയതി അറത്തതിന്റെ രക്തം കട്ടളക്കാരണ്ടിലും കുറുമ്പടി ബലി പുരട്ടി എന്ന് പറഞ്ഞാൽ ചോരത്തളയാചരിച്ച ഇവർ മിസ്രയീമിൽ നിന്ന് പോകുന്നത്. ഒന്നുകൂടെ തെളിഞ്ഞു പറഞ്ഞാൽ ഇവർ രക്ഷിക്കപ്പെട്ടു. നമ്മുടെ വസക കുഞ്ഞോട് അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. അപ്പോൾ ആഭിചാരം പറ്റാത്തതിന്റെ ഒന്ന്, ഇവര് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടവരാ. എങ്ങനെ പുറപ്പെട്ടു? ഒരു കുഞ്ഞോടിനെ അറുത്ത് ചോരത്തളി ആചരിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതല്, നീ രക്ഷിക്കപ്പെട്ട ദൈവ പൈതലാണെങ്കിൽ ഒരു ആഭിചാരവും നിനക്ക് പറ്റത്തില്ല. ഒരു മന്ത്രവാരവും നിന്നെ തൊടുകയില്ല. ഒരു ശുദ്ര ശക്തിയും നിന്നെ തൊടുകയില്ല. യേശു ഏകരക്ഷകൻ, യേശു ക്രിസ്തു മാത്രം ഏകരക്ഷകൻ. മറ്റൊരു തലനും രക്ഷയില്ല. ഇന്ന് രാത്രി യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്ക്. യേശു ക്രിസ്തുവിന് ഹൃദയം കൊടുക്ക്. അങ്ങനെ കൊടുക്കുന്ന ദൈവമക്കൾക്ക് ഒരു ആഭിചാരവും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഓടിച്ച് അവസാനിപ്പിക്കാൻ മുമ്പോട്ട് പോകാം. അപ്പോൾ ആഭിചാരം പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാര്യം, ഇവര് രക്ഷിക്കപ്പെട്ടവരാ. ഇന്ന് രാത്രി രക്ഷിക്കപ്പെടണം. എല്ലാവരും രക്ഷിക്കപ്പെടണം. അതിനാ യോഗം ക്രമീകരിച്ചിരിക്കുന്നത്. കാശ് മുടക്കൊന്നുമില്ല. ഹൃദയം ഒന്ന് പകർന്നു കൊടുക്ക്. എൻ്റെ യേശുവേ, ഞാൻ പാപിയാ, എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിൽ വരണം, എൻ്റെ പാപത്തെ മോചിക്കണമെന്ന് ആര് പ്രാർത്ഥിക്കും? ഇന്ന് രാത്രി അവരെ യേശു രക്ഷിക്കും. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനാ യേശു ക്രിസ്തു. ഇന്ന് രാത്രി നിന്നെ രക്ഷിപ്പാൻ വല്ലഭത്വമുള്ളവനാ ക്രിസ്തു. അവിടുന്ന് അനാദിയായും ശാശ്വതമായും നമ്മുടെ ദൈവമാ. ധന്യനാകുന്ന ഏകാധിപതിയാ, താൻ മാത്രം അമർത്യതയുള്ളവനാ. ആ മനുഷ്യരാരും കാണാൻ പറ്റാത്ത അദൃശ്യനായ സർവജ്ഞനായ ദൈവമാണ് യേശു ക്രിസ്തു. ആ ക്രിസ്തു ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കും. അപ്പൊ ആഭിചാരം പറ്റാതിരിക്കാൻ ഒന്ന്, രക്ഷിക്കപ്പെട്ടവരായിരിക്കണം. 2, ആഭിചാരം പറ്റാത്തതിന്റെ ഈ പദം ഒരിക്കൽ കൂടി കൊടുത്തിട്ടുണ്ട്. 23-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിന്റെ ആരംഭ ഭാഗം. ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു. വീട് പണിതിരിക്കുക, ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ഇത് എഴുതാൻ കാര്യം, മിസ്രയീമിൽ നിന്ന് പോണെന്ന് പറഞ്ഞാൽ വെറുതെ ഇഞ്ഞു പോരുകല്ല, ഇവര് ചെങ്കടല് കടന്നവരാ. ചെങ്കടല് കടക്കാത്തിടത്തോളം കാലം നീ ഇപ്പോഴും മിസ്രയീമില്ല. കാരണം ചെങ്കടല് കടന്ന് മറുകര കയറിയാൽ അത് വേറൊരു രാജ്യമാണ്.
അവിടെ പറവോന്റെ ഒരു സ്വാധീനവുമില്ല. പക്ഷെ ചെങ്കടൽ കടക്കാതെ ആ മണത്തിട്ടേല് പമ്മി പമ്മി നടന്നാൽ ഞാൻ വയലത്തല അവറാച്ചന്റെ കാലത്ത് രക്ഷിക്കപ്പെട്ടതാ. വയലത്തല അവറാച്ചനോടുവിൽ വന്ന് രക്ഷപ്പെട്ടു. നീ ഇപ്പോഴും അവറാച്ചന്റെ വാങ്ങൽ പിടിച്ച് ഞങ്ങളെ AD മോസസ് വന്ന കാലത്ത് മൂത്താമ്പാക്കൽ ഉപദേശി കുമ്പളാമ്പൊയ്കയെ വന്നപ്പം കൊളഞ്ഞക്കൊമ്പിൽ മത്തായി ഉപദേശി വന്നപ്പം ഇവിടെ കുമ്പളാമ്പൊയ്കയല്ല കൊളഞ്ഞക്കൊമ്പില് ഇല്ലേ, അതും പോയോ? ഞങ്ങൾ പർവ്വതത്തിലെയാ. നീ പർവ്വതത്തിലെയോ താഴ്ചയിലെയോ ആയിക്കോട്ടെ, ഞങ്ങൾ പർവ്വതക്കാരാണ്. ഇവിടെ അടുത്തൊരു കുടുംബം പർവ്വതം ഇല്ലേ? എടാ, നീ എവിടുത്തെയാന്നേലും രക്ഷിക്കപ്പെടണം. അതിനാ ഇന്ന് രാത്രി അവസരം തരുന്നേ. രക്ഷിക്കപ്പെട്ട അമ്മ അവിടെ തന്നെ കറങ്ങി നടക്കരുത്. മിസ്രയും വിടണം. മിസ്രയും പൂർണ്ണമായിട്ട് വിടുന്നത് എപ്പോഴാണെന്നറിയാമോ? ചെങ്കടല് കിടക്കുമ്പോഴാ. ചെങ്കടൽ കടക്കാതിരിക്കാനാ പറവം പുറകെ വരുന്നത്. പിടിക്കുമെന്നും പറഞ്ഞ് വിടുകയല്ലെന്ന് 15:9 വായിരുമോള് ഉറപ്പാട് 15:9 വിടുകയല്ല, പിടിക്കും, പിന്തുടരും എന്നൊക്കെ പറഞ്ഞ് കക്ഷി വരുന്നുണ്ട്. വായിര് 15:9 പെട്ടെന്ന് വായിച്ചോ അച്ഛാ. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തിയാക്കും. ഞാൻ എന്റെ വാളൂരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. അതൊക്കെ പറഞ്ഞതിലേ നടക്കുകയുള്ളു. ശത്രു പറഞ്ഞു ഞാൻ പിന്നാലെ ചെല്ലും, പിടിക്കും. 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 പിതൃതമപകൃതം ഭദ്രം ഞാൻ പാകിച്ചിടും, തൃപ്തിപ്പെടുമെന്നാൽമ കൊണ്ടുമൂടൽ ഉദ്ധരിച്ചാൻ വാളാഞ്ഞ നിഗ്രഹിക്കും. അവരെ പാടും പരമനു പരിചോദ ഞാൻ വരുമവനു സതതം ജയം പാടും പരമനു പരിചോദ ഞാൻ. ഓടും വാണിക സാധിയോടും കൂടവേ കടലൂടെ തള്ളി തൻ തേജസോടെ പ്രബല കടലൂടെ തള്ളി തൻ തേജസോടെ പ്രബല പെടാൽ പാടും പരമനു പരിചോദം. നിൻഭുജ വല്ലഭത്വസ്തംഭിത യവർണി, നിൻഭുജ വല്ലഭത്വസ്തംഭിത യവർണിൽ സമ്പാദിത ജനം കടമ്പു പോകും വരഞ്ഞു. കമ്പനമില്ലാതുള്ള കല്ലുകൾ പോലെയവർ, കമ്പനമില്ലാതുള്ള കല്ലുകൾ പോലെയവർ. കുമ്പിനിനാഥന് മുൻപിൽ ഇരിഞ്ഞോ അവർ പാടും പരമനു പരിചോദു ഞാൻ വരുമവനു സതതം ജയം പാടും പരമനും പരിചോദ ഞാൻ. ഉൾപ്രവേശിപ്പിച്ചു നിൻ സൽപൂരത്തിലവരെ, ഉൾപ്രവേശിപ്പിച്ചു നിൻ സൽപൂരത്തിലവരെ, ഉൾപ്രവേശിപ്പിച്ചു നിൻ സൽപൂരത്തിലവരെ. തൊൽപ്പാർപ്പിനായി സ്ഥാപിച്ച ശുദ്ധ സ്ഥലത്തു തന്നെ കേൾപ്പുള്ള നിന്ന രാത്രി തന്നിൽ നിൽപ്പാനരുളു പവൻ സൽപാലകളായി വാഴും പാടും പരമനു പരിചോദ ഞാൻ വരുമവനു സതതം ജയം പാടും പരമനും പരിചോദ ഞാൻ. അപ്പൊ ശ്രദ്ധിക്കുക, പുറപ്പാട് പുസ്തകം 15:9 പിടിക്കും, പിന്തുടരും, കൊള്ള പങ്കിടും, എന്റെ ആശ പൂർത്തീകരിക്കും, വാളൂരും നിഗ്രഹിക്കുമെന്ന് പറഞ്ഞ് ശത്രു പുറകെ വന്നെങ്കിൽ ഒരെണ്ണം പോലും മിസ്രൈമിൽ കിടക്കാതെ സകല എണ്ണത്തിന് ദൈവം ചെങ്കടല് വിഭാഗിച്ച്
വെള്ളം കൊണ്ടും അതിലുണ്ടാക്കി. വാക്യങ്ങൾ എടുപ്പിക്കാൻ നേരമില്ല. സ്വർഗത്തിൽ നിന്നൊരു ദൂതനെ അങ്ങോട്ടിറക്കി വാ പിളർന്ന് നിന്ന ചെങ്കടലിനെ അടിച്ച് 7 കൈവഴിയാക്കി ചെതറിച്ച്. വാക്യങ്ങളുണ്ട്. ദൂതൻ അങ്ങോട്ടിറങ്ങി വാ പിളർന്ന് നിന്ന ചെങ്കടലിനെ അടിച്ചു. മർമ്മം നോക്കി ഒരു അടി അടിച്ചപ്പോൾ 7 കൈവഴിയായി ചെതറി. നല്ല തുവർ നിലം ഒരുക്കി സകല എണ്ണത്തിനെ മറുകര കയറ്റി. അതാണ് മിസ്രയീം വിട്ടെന്ന് 2ാമത് എഴുതിയത്. ഈ ചെങ്കടൽ കടന്നത് എന്താണെന്ന് കൊരിന്ത്യലേഖനം 10:1 സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരല്ല മേഘത്തിൻ കീഴിലായിരുന്നു, മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. അങ്ങനെയെങ്കിൽ സ്നാനപ്പെട്ട് മറുകര കയറി. ആ വിചാരം പറ്റാതിരിക്കാൻ 2 നീ സ്നാനപ്പെടണം. എടാ, ഇത് പെന്തിക്കോസുകാരൻ ഉണ്ടാക്കി കൊണ്ടുവന്ന പ്രമാണമല്ല. നിന്റെ വല്യപ്പന്റെ കാലത്തിരുന്ന പുസ്തകത്തിൽ എഴുതിയ കാര്യമാണ്. ഈ പുസ്തകം സമുദായക്കാർക്കും പണ്ടെഴുതി. നമ്മുടെ മെത്രാനുണ്ടായിരുന്നല്ലോ, തിരുമേനി ചേപ്പാട്ട്, പുള്ളി മർക്കോസിന്റെ സുവിശേഷമാണ് ബോംബെ പോയി എഴുതിക്കൊണ്ട് വന്നില്ലയോ? ചേപ്പാട്ടുകാർ ഓർത്തഡോക്സായി, പേരും മറന്നുപോയി, അവരുടെ കയ്യിലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബെഞ്ചമിൻ മൈലി വളരെ കഷ്ടപ്പെട്ട് CSIക്കാർക്ക് കുമ്പളാൻ പൊയ്യക്കാരൂടെ കേട്ടു. ഇത് പെന്തിക്കോസുകാരുടെ പിന്നെ കിട്ടിയത്, അല്ലാതെ ഇത് പെന്തിക്കോസുകാർ എഴുതിക്കൊണ്ട് വന്നതല്ല. അതുകൊണ്ട് ഇതിനകത്തെ പ്രമാണം, ഞാൻ ഒരാടെ ആളുമല്ല. ഞാൻ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ഈ മാർഗത്ത് വന്ന് വേറെ പുസ്തകം വായിച്ചപ്പോൾ ഇത് ശരിയാന്ന് പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് ആരുടെ ഒപ്പീസൊന്നും എനിക്ക് വേണ്ട. നീ അംഗീകരിച്ചാലും കൊള്ള, ഇതിനകത്തെ പ്രമാണം ഇതാ. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ആ വിചാരം പറ്റാതിരിക്കണമെങ്കിൽ 2 നീ സ്നാനപ്പെടണം. എങ്ങനെ സ്നാനപ്പെടണം? വെള്ളത്തിൽ മുങ്ങണം. അയ്യോ, അതന്നെ യേശു അങ്ങനെ കാണിച്ചു തന്നത്. അല്ലെ, യേശുവിനെ എടുത്തോണ്ട് വരുമായിരുന്നു. കരയെടുത്ത് ആരോ റൂട്ട് ബിസ്ക്കറ്റ് തരാം, ഇപ്പം മുക്ക. യേശു നടന്നല്ലയോ വന്നേ? യോഹന്നാനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ, യോഹന്നാനാൽ സ്നാനം പ്രതിഗ്രഹിപ്പാൻ ഗലീല നാട്ടിൽ നിന്നു ദൂരത്തു വന്നു നാഥൻ. ഗലീല നാട്ടിൽ നിന്നു ദൂരത്തു വന്നു. നമുക്ക് മാതൃകയാ തന്നെ തുടർന്നു പോകുക. നമുക്ക് മാതൃകയാ തന്നെ തുടർന്നു പോകുക. തന്നെ തടയുന്നിതാ സ്നാപകൻ താഴ്മയോടെ, തന്നെ തടയുന്നിതാ സ്നാപകൻ, തന്നെ തടയുന്നിതാ സ്നാപകൻ താഴ്മയോടെ. നിന്നാലടിയൻ സ്നാനം ഏൽക്കതായിരിക്കെ അരുമനായകനെ നീ എന്നരികിൽ വന്നിടുമ്പോ. അരുമനായകനെ നീ എന്നരികിൽ വന്നിടുമ്പോ. യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക്, യേശു പറഞ്ഞുടനെ ദൈവിക നീതികൾക്ക് സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ. സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിടുമേ. സാഫല്യമേകിടുവാൻ ഞാനിപ്പോൾ വന്നിരിക്കെ. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക. നിങ്ങളോടാ, ഓ മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. മറുത്തു ചൊന്നിടാതെ സ്നാനം കഴിക്ക സമ്മതമായി. സ്നാനമോ ജഡത്തിന്റെ അടുക്ക കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്ക. ഇത് ദൈവത്തിന്റെ കൽപ്പനയാ, ഇത് ദൈവത്തിന്റെ നീതിയാ. അവിടുത്തെ മരണടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കുന്നതാ സ്നാനം. ഇത് പെന്തിക്കോസുകാര് കണ്ടുപിടിച്ചതല്ല. പെന്തിക്കോസുകാര് വരുന്നതിന് മുന്നേ സ്നാനം നടന്നല്ലോ. നീ ഓർക്കുന്ന കുക്കു സാഹിബ് കൊണ്ടുവന്ന പൊട്ട, ഇത് കുക്കു കൊണ്ടുവന്നതല്ല, നോയൽ കൊണ്ടുവന്നതുമല്ല. പണ്ട് നോയൽ സാഹിബ് രക്ഷിക്കപ്പെടുത്തവരെ കുക്കു സാഹിബ് അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ നോയൽ സാഹിബ് പറഞ്ഞത്, ഞാൻ കുറച്ച് മീനെ പിടിച്ചു, അമേരിക്കയിൽ ഒരു കൊക്ക് വന്ന് അതിനെ കൊണ്ട്. ഇത് കുക്കിൻ്റെതല്ല, നോയലിൻ്റെതല്ല, ആ കുന്നമ്പുറത്ത് സൈമൺ ഉണ്ടാക്കിയതുമല്ല സ്നാനം. മഹാകവി സൈമൺ സാറിൻ്റെതല്ല സ്നാനം, കുക്കു സാഹിബിൻ്റെ അല്ല, ഇത് നോയൽ സാഹിബിൻ്റെ അല്ല, ഇത് ജോർജ് ബർഗിന്റെ അല്ല, മേരി ചാപ്പാൻ കൊണ്ടുവന്നതുമല്ല. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇത് അമേരിക്കക്കാരിറക്കിയതല്ല. അമേരിക്കക്കാര് ബൈബിള് കിട്ടുന്നതിന് മുന്നേ നമുക്ക് കിട്ടിയതാ. അമേരിക്കയിൽ ഈ മാർഗം ചെല്ലുന്നതിന് മുന്നേ ഇത് കേരളത്തിലുണ്ടായിരുന്നു.
ഈ മാർഗം ഇവിടെ ഉണ്ടായിരുന്നെന്ന് ദൈവത്തിന്. അതുകൊണ്ട് ഇത് അമേരിക്കക്കാരന്റെ കണ്ടുപിടുത്തമല്ല, ഇത് ലണ്ടൻകാരന്റെ കണ്ടുപിടുത്തവുമല്ല, ഇത് കാനഡക്കാരന്റെ കണ്ടുപിടുത്തമല്ല, ദൈവത്തിന്റെ വചനമാണ്. വളരെ ക്ലിപ്തമായിട്ട് എഴുതി വച്ചിരിക്കുക, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ആകയാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ വിചാരം പറ്റാതിരിക്കണമെങ്കിൽ ഒന്ന് രക്ഷിക്കപ്പെടണം. ആ വിചാരം പറ്റാതിരിക്കണമെങ്കിൽ രണ്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. വായിച്ചോ. ഏതായാലും ഇന്ന് മെനക്കേടാ. മഴ മാറിയോ? മാറി വരുന്നു. കൊടയും ചൂടി നിൽക്കുന്നപ്പോ മാറിയിട്ടില്ലെന്ന അർത്ഥം. ഞാൻ കൊട കണ്ടു. പിന്നെ കാലം കൊട. നമ്മുടെ പേരെന്തുവാ? ശശി. മഴ മാറിയോ ശശി? അവിടെ നിൽക്കി ശശി. ദൈവത്തിന് മകത്ത്. അതുകൊണ്ട് ശശി ശ്രദ്ധിച്ചു കേട്ടോ, ദൈവത്തിന് മകത്ത്. ഇന്ന് രാത്രി ശശിക്ക് നിൽക്കാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇരിക്കാൻ മേലേ? എടാ, ശശി നിന്നാ കേൾക്കുന്നത്. എന്നാലും നീ കസാരല്ല നിന്ന് ചാണകപ്പൂടി നുളയ്ക്കും പോലെ നുളക്കുക. എവിടെ ഇരി? ശശിക്ക് നിൽക്കാമെങ്കിൽ പിന്നെ നിനക്കിരിക്കാൻ മേലേ? എടാ, ചൊവ്വുള്ള കാര്യമാ പറഞ്ഞു തരുന്നത്. ഇന്ന് രാത്രി ആചാരം ഒരു മന്ത്രവാദോ ഒരു ശുദ്രോ നിന്നെ കേൾക്കത്തില്ല. കേൾക്കാതിരിക്കണമെങ്കിൽ ഒന്ന്, നീ രക്ഷിക്കപ്പെടണം. രണ്ട്, നീ വെള്ളത്തിൽ മുങ്ങി ശശിയെ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. പെന്തിക്കോസുകാര് കണ്ടുപിടിച്ചതല്ല, ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രമാണമാ. ഹല്ലേലൂയ. ഇത് കാവാലത്തിൽ നിന്ന് കൊണ്ടുവന്ന വകുപ്പൊന്നുമല്ല, ഇത് ദൈവം തമ്പുരാന്റെ വചനമാ. ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ്. ഓടിച്ചവസാനിപ്പിക്കുക. അടുത്ത 3 ആചാരം പറ്റാതിരിക്കാൻ മൂന്നാമത്തെ കാര്യം വായിച്ച് 24:7 വായിച്ചേ. എല്ലാം വ്യാഖ്യാനിക്കാൻ നേരമില്ല. 24 വെള്ളം താ. 24:7 അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. അച്ഛായ ഒന്നുകൂടെ നന്നായിട്ട് വായിച്ചോ. ഞാൻ വെള്ളം കുടിക്കട്ടെ. പക്ഷേ വായിക്കാൻ അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളമൊഴുകുന്നെന്ന്. ആചാരം പറ്റാതിരിക്കാൻ 3 അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം. വ്യാഖ്യാനിക്കാൻ നേരമില്ല. അവനെന്നുള്ളത് യാക്കോബാ. ആ യാക്കോബിന്റെ തൊട്ടിക്കകത്ത് നിന്ന് വെള്ളമൊഴുകുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് യോഹന്നാൻ 7:38 പറഞ്ഞത് അറിയാമല്ലോ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. ഇന്ന് രാത്രി ആചാരം പറ്റാതിരിക്കാൻ ആത്മാവിന്റെ നദി ഒഴുകണം. അന്യഭാഷ പറഞ്ഞ് നീ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ആത്മാവിന്റെ നദി ഇന്ന് രാത്രി ഒഴുകുക. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. ഒരു നദിയുണ്ട്. ചില ആൾക്കാർ പറയുന്നത് നിന്ന് പോയെന്ന് ചിലര് പറയുന്നു. ഞാൻ ഉടക്കില്ല. തർക്കത്തിന് ഞാനില്ല. എൻ്റെ പൊന്ന് ആ ചായ നിന്നിട്ടില്ല. ഇതിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിന്. പിന്നെ അങ്ങോട്ട് ഗുരു ശിഷ്യനും എന്തും വേണ്ട തർക്കം നടത്തി. ഗുരുവാണെങ്കിൽ അവിടെ ആറാട്ടുകടവി കണ്ണിക്കും. അപ്പൊ ശിഷ്യൻ കുമ്പനാട്ട്. ഗുരു അവിടെ കണ്ണിക്കുമ്പോ ശിഷ്യൻ, ഗുരു ആറന്മുള കണ്ണിക്കുമ്പോ ശിഷ്യൻ പൂവത്തൂര് കണ്ണിക്കും. ഗുരു ഉടനെ വന്ന് പൂവത്തൂര് കണ്ണിക്കുമ്പോ ശിഷ്യൻ പുല്ലാട് കണ്ണിക്കും. രണ്ടുപേരും ശിഷ്യനും ഗുരു രണ്ടും കട്ട നിൽക്കുക. പിന്നെ ചെല്ലി പറഞ്ഞ് നിർത്താൻ പറഞ്ഞു. നിർത്ത്. ഇതൊന്നും നിന്നിട്ടില്ല. ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. തർക്കത്തിന് ഞാനില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വചനത്തിൽ നിന്ന് പറയാം. ആഭിചാരവും മന്ത്രവാദവും ക്ഷുദ്രവും കൂടോത്രവും നാടൻ ഭാഷയാ. ചില ഞങ്ങളുടെ പെന്തിക്കോസുകാരുടെ പക്ഷെ കെട്ടും ബന്ധനമൊക്കെ ഉള്ള പല വീടുകളിലും പല സ്ഥലത്തുമൊക്കെ ഞങ്ങൾ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അങ്ങോട്ട് പോയിരുന്നേ. കാണാനൊന്നും ഞങ്ങളെ വലിയ ചതവൊന്നുമില്ല, ഡിഗ്രി ഒന്നും വലിയ കുടുംബ മകമയും വിദ്യാനിപുണതയൊന്നുമില്ലെങ്കിലും
ഞങ്ങളുടെ സഹോദരന്മാരൊക്കെ കരിക്കിന്റെ മോന്ത എത്തിയതുപോലെ പെണ്ണുങ്ങൾക്ക് കാതിലും കഴുത്തിലും ഒന്നുമില്ല, അതൊക്കെ വേണ്ട. ദൈവത്തിന് മഹത്വം. പക്ഷേ കാണാൻ വലിയ ചെതവും ചന്തമൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ ബന്ധനങ്ങളും പോരാട്ടമുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ചെന്ന് മുഴങ്കാലിന്മേൽ ഇരുന്ന് ചിലപ്പോൾ ഒരു വശം പൊട്ടിയ തമ്പേറായിരിക്കും, അതൊക്കെ അങ്ങോട്ട് വഴി അടിച്ച് പേടി ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞാൽ സകല കെട്ടും പൊട്ടും അത് അനുഭവിച്ചവരായി ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ. കരിങ്കുറ്റിക്കാരോട് ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല. ആരാധനകളുടെ വിടുതൽ, ആരാധനകളുടെ മഹിമ, ഇത് ഭൂതങ്ങൾ വിട്ടുമാറും, രോഗികൾ സൗഖ്യമാകും, ബന്ധനസ്ഥര് വിടുതൽ പ്രാപിക്കും, അന്ധകാരത്തിന്റെ കോട്ടകൾ അടിഞ്ഞു മാറും, രോഗബന്ധനങ്ങൾ ഇന്ന് രാത്രി മാറും. നിന്റെ ശരീരത്തിൽ ഞരമ്പിനകത്ത് അസ്ഥിക്കകത്ത് കരം അടഞ്ഞിരിക്കുന്ന രോഗപീഠകള് ഇന്ന് രാത്രി ദൈവം അടിച്ചു മാറ്റും. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക, അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ട് വിട്ടു പോകുമ്പോൾ ആലയത്തിനകത്തും പുറത്തും ഇരിക്കുന്നവർ അലക്ഷ്യമായിട്ടിരിക്കാർ. ഇന്ന് രാത്രി ദൈവത്തെ ഇന്ന് പെന്തിക്കോസിന്റെ അനുഭവം, ഇത് തീയുടെ ആരാധനയാ. അവന്റെ തൊട്ടികളിൽ നിന്ന് വെള്ളം ഒഴുകുന്നു. ഒരു നദി കൊണ്ടതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതിന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മതിയെ ഉണ്ട്. ഇന്ന് രാത്രി വിടുതലെടുക്കും. വിടുതൽ വന്നതുപോലെ പോകരുത്. നീ രോഗിയായിട്ടായിരിക്കും വന്നത്, ഈ രാത്രി സൗഖ്യത്തോടെ പോ. അംശ ജലാധാര വൈഡപ്രമന. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ആരും മൗനമായിരിക്കരുത്, ആരും മൗനമായിരിക്കരുത്. ഈ രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്, ദൈവത്തെ മഹത്വപ്പെടുത്ത്. അവന്റെ തൊട്ടുകളിൽ നിന്ന് വെള്ളമൊഴുകുന്നു. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, ആത്തുന്നതിന്റെ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. ഓ ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. തോട്ടം നനയ്ക്കാനൊരു നദി പുറപ്പെട്ടു, 4 ശാഖയായിട്ട് പിരിഞ്ഞു. ഒന്നാമത്തത് ഭീഷോൻ വെള്ളച്ചാട്ടം എന്നർത്ഥം. നദിയിലാദേശമൊക്കെ ചുറ്റും അവിടെ പൊന്നുണ്ട്, ഗുൽഗുലുമുണ്ട്, അവിടുത്തെ പൊന്ന് മേത്തരമാ. ഇന്ന് രാത്രി ഈ നദി ഒഴുകി ചെല്ലുന്നിടത്ത് ചലിക്കുന്ന പ്രാണികൾ ജീവിച്ചിരിക്കും. ഏൻ ഗതിയിൽ നിന്ന് മീൻ പിടുത്തക്കാർ വീട്ടിൽ മീൻ പിടിക്കും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക. ഇന്ന് രാത്രി ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന രാത്രിയാ. ഈ രാത്രി അവിടെ ഇരിക്കുന്ന ദൈവമക്കൾ അവൻ അലക്ഷ്യമായി ആത്മാവിനെ അറിയുന്ന രാത്രി ഒഴുകട്ടെ. ആത്മശക്തി, അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിക്കുക. ഇതിനകത്തും പുറത്തുമല്ല ദൈവശക്തി. ജലാധാര വൈഡപ്രമന. ഇന്ന് രാത്രി സകല കെട്ടുകൾ പൊട്ടട്ടെ. യേശുവിന്റെ വന്നതുപോലെ തിരിച്ചു പോകരുത്. അഭിഷേകത്തിന്റെ ശക്തി രോഗബന്ധനങ്ങൾ അടിയട്ടെ. സാത്താന്റെ കെട്ടുകളെ അടിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രന്റെ ശക്തി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ആരും അവനെ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി വിടുതൽ. അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി. ആരും മൗനമായിരിക്കാതെ ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്ത്. എല്ലാ കെട്ടുകൾ പൊട്ടട്ടെ. സാത്താന്റെ കെട്ടുകൾ ഇന്ന് രാത്രി അഴിയട്ടെ. ദൈവശക്തി, ദൈവശക്തി. അന്തരാ ജലാധാര വടവല വടവല. ഇന്ന് രാത്രി വിടുതലിന്റെ ദൈവശക്തി, ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി ഇന്ന് രാത്രിയിൽ സകല കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടുന്ന രാത്രി. ഈ സഭയ്ക്കൊരു വിടുതലാകട്ടെ, ദേശത്തിന് വിടുതലാകട്ടെ. ദേശത്തിന്റെ പള്ളക്കാടുകളെ വടക്കിനോട് തരികാന്നും തെക്കിനോട് തടുത്തു വെക്കരുത് ഇന്ന് രാത്രി കൽപ്പിക്കുക. വടക്കിനോട് തരികാന്നും തെക്കിനോട് തടുത്തു വെക്കരുത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. 2 വാക്യം കൂടെ വായിച്ച് നിർത്തുക. അത് വിശദീകരിക്കുന്നില്ല, കാരണം അങ്ങനെ പറഞ്ഞെങ്കിൽ ഇത് അതിന്റെ പൂർത്തീകരണമാകൂ. ഇത് പെന്തിക്കോസ് ഉപദേശവും കൂടാ. അപ്പൊ ഇത് പറഞ്ഞു നോക്കുള്ളൂ. അഭിചാരം പറ്റാതിരിക്കാൻ ഒന്ന് രക്ഷിക്കപ്പെടണം.
2 വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, 3 അഭിഷേകം പ്രാപിക്കണം, 4 അച്ഛാ നേരം പോയെന്നറിയാം, വായിച്ച് മോളെ 23-ന്റെ 9-ഉം 10-ഉം. ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. അടുത്തത് ഇതാ തനിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ആഭിചാരം പറ്റാതിരിക്കാൻ വേർപാട് പാലിക്കണം. ഉപദേശമാണ്. അല്ല, കമ്പത്തി നാളെ ഇറക്കും പോലെ കാളയിട്ട് തുള്ളിക്കും പോലെ 10 മണിയാകുമ്പം കിതാബ് നോക്കിക്കൊണ്ട് എല്ലാം കൂടെ ഇളക്കിയാലൊന്നും കാര്യം നടക്കത്തില്ല. ഇളകണം. അത് വേർപാടിന്റെ ഉപദേശമാണ്. ദൈവമക്കൾ വേർപാട് പാലിക്കണം. എല്ലാത്തിനും ചെന്ന് തലയിടരുത്. എല്ലാ ചടങ്ങിനും എല്ലാ ആഘോഷങ്ങൾക്കും എല്ലാ ഉണ്ടല്ലോ നേരമില്ലാത്തതുകൊണ്ടല്ലേ. ഞാൻ എൻ്റെ സഹപാഠന്മാരോട് ഞാനൊരു കാര്യം പറയാം. സഭയിൽ ആളുണ്ടേലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം, ഉപദേശം നന്നായിട്ട് പറയണം. യുമാ ചളുക്ക് പോലിരിക്കുന്നതിനെ വെച്ചോണ്ടിരുന്നിട്ടാണ് എടുക്കാനാ. എടാ, ഉപദേശം വേർപാടിന്റെ ഉപദേശം പറയണം. അത് ദൈവം ഇഷ്ടപ്പെടുന്നതാ. കർക്കശമായ വേർപാട് പാലിക്കണം. എല്ലാ ചടങ്ങിനും പോകുവാൻ, എല്ലായിടത്തും പോകാൻ, എല്ലാത്തിനും കൂടാൻ, എല്ലാത്തിനും ആടാൻ നമുക്ക് വ്യവസ്ഥയില്ല. ഒരു വാക്യം വായിച്ചങ്ങ് വിട്ടേക്ക്, അതിനെ നേരെ ഉള്ളു, വ്യാഖ്യാനിക്കുന്നില്ല. മോളെ ലേവിയ പുസ്തകം 18-ന്റെ 1 വായിച്ചേ. വേർപാടിന്റെ ഒരു വാക്യം അങ്ങോട്ട് വായിച്ചേ. ഒത്തിരി ഉണ്ട്, ഇപ്പൊ ഒന്നും മതിയല്ലോ. അരി എല്ലാം എന്തോന്ന് ഞാൻ കണ്ടല്ലോ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് പെന്തിക്കോസുകാരോട് പറയണം. ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. അവിടെ ഒത്തിരി ഉണ്ടാകുന്നു, ഇവിടെ ഇനി ചെലവാക്കണ്ട. അവിടുത്തെ ഒരു കോഴ്സ് ഇവിടെ കൊണ്ട് ഇറക്കണ്ടെന്നായി പറഞ്ഞത്, നേരത്തെ നിന്നെടുത്തത്. അടുത്ത വാക്യം വായിരുമോളെ. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും. അതും വേണ്ട. അവിടെ ഹിർവിയരെ, അർഗ്യരെ, പെരിശരെ, യബൂസ്യരെ, ഹമോര്യരെ ഒത്തിരി ഉണ്ട്. 7 പ്രബലജാതി, 32 ഉപജാതി, മൊത്തം 39 വേറെ ഉണ്ട്. അതൊന്നും വേണ്ട. പിന്നെ എന്നാ വേണം? അവരുടെ മര്യാദ ആചരിക്കരുത്. അവിടെ പലതുണ്ട്. അവിടെ ചിലപ്പോൾ നാളെ നോക്കിയെന്നിരിക്കും. പെന്തിക്കോസുകാരുടെ പറയുന്നത് നമുക്ക് നാളെ നോക്കണ്ട. നോക്കുന്നവരുണ്ട്, അവർ നോക്കട്ടെ. അത് അവരുടെ വിശ്വാസം. നാം ദൈവമക്കളാ. ഇതെല്ലാം നോക്കത്തില്ലേ പറയാം. ഞങ്ങളുടെ തങ്കമ്മയ്ക്ക് ആയില്യമാണ്. മറുഭാഷ പറയുന്ന മേരിയായി പറയുന്നത്. എന്റെ അനിയത്തി മോളിക്ക് മകമാ ആന്നോ? പിന്നെ അതില്ലേ നമുക്ക് വെച്ചടി കയറ്റം. മകൻ പറഞ്ഞ മങ്കേ കാലം തുറന്നിരി. ഇങ്ങനെയുള്ള നാളുകളൊന്നും നോക്കാൻ ഒരു കാര്യമേ ഞാനിപ്പോ പറയുന്നുള്ളൂ. വേർപാടിനെ സംബന്ധിച്ചു മുഹൂർത്തവും നോക്കണ്ട. പെന്തിക്കോസുകാര് നീ വീട് വെക്കുമ്പോ താനവും കാണണ്ട. ഒരു ബാധകം നിന്റെ കൂടാരത്തിലെടുക്കത്തില്ല. നീ കള്ളിപ്പാലം തൂക്കണ്ട. മംഗലം പൊട്ടക്കലത്തിനകത്ത് കണ്ണു എഴുതി വെച്ച് കമ്പയെ തൂക്കി വെക്കുകയും വേണ്ട. പണിയാൻ വരുന്ന പറയും കൊച്ചമ്മ ഒരു കള്ളിപ്പാല. എന്തിനാ കള്ളിപ്പാല? നീ മട തൂങ്ങിയെന്നാ പോരെ. നിന്നെ ഒരു കള്ളിപ്പാലയല്ലേ. സഭയ്ക്കകത്ത് എത്ര വഴക്ക് നീ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞുണ്ടാക്കി. നീ തന്നെ ഒരു കള്ളിപ്പാലയാ. ടിജുപാഷ എന്നാ ചിരിക്കുന്നേ? ഇവിടെ കള്ളിപ്പാല വല്ലതും ഉണ്ടോ? ഒരു കള്ളിപ്പാലയും വേണ്ട, ഒരു സ്റ്റാച്ചുവും വേണ്ട. ഒരു ബാധകം നിന്റെ കൂടാരത്തിലെടുക്കത്തില്ല. ഇങ്ങനെയുള്ള ഒരു നാളും നോക്കണ്ട. പിന്നെ ഞാനെപ്പോഴും പറയും, നമ്മൾ ഈ അത്തം ചിത്തിര ജ്യോതി വിശാഖം അങ്ങനെയുള്ള നാളുകളൊക്കെ പണ്ട് നോക്കി. ഇനിയും വേണ്ട. പെന്തിക്കോസുകാര് നോക്കുന്നവർ നോക്കിക്കോട്ടെ. നീ ദൈവവൈതല. പിന്നെ ഇപ്പൊ നമ്മൾ നോക്കുന്ന ഒരു നാളുണ്ട്. ആ നാൾ മറ്റൊന്നുമല്ല. എനിക്ക് പാടാൻ വയ്യ, എന്നാലും അറിയാവുന്നവർ പാടിക്കോ. TPM-കാര് പാടുകയല്ലേ. ആ നാളും നാഴികയുഞ്ഞ നോക്കി, ആ നാളും നാഴികയും ഞാൻ നോക്കി, സിയോൻ മണവാളനൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങൾ എത്ര കാത്തിടേണം. സിയോൻ മണവാളനൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങൾ എത്ര കാത്തിടേണം. ആ നാളും നാഴികയും ഞാൻ നോക്കി, ആ നാളും നാഴികയും ഞാൻ നോക്കി. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. നമ്മൾ നോക്കുന്ന ഒരൊറ്റ നാളാ കർത്താവിന്റെ നാള്.
ഞാൻ നിർത്തുക. ആഭിചാരം പറ്റാതിരിക്കാൻ 1 രക്ഷിക്കപ്പെടണം, 2 സ്നാനപ്പെടണം, 3 അഭിഷേകം പ്രാപിക്കണം, 4 വേർപാട് പാലിക്കണം, 5 അതൊരു കണക്കായിക്കോട്ടെ. 5 കൈക്ക് 5 വിരലല്ലയോ? ദാവീദ് എത്ര കല്ല എടുത്തേ? 5. പുതിയ നിയമത്തിന് ആദ്യത്തെ 5 പുസ്തകം, 4 സുവിശേഷം, 1 ചരിത്ര പുസ്തകം, 5. ഉൽപ്പത്തി പുസ്തകം മുതൽ ആവർത്തനം വരെ 5. അപ്പൊ ഞാൻ ഒരു 5ന്റെ കണക്ക് തരിക. ചില കമ്മിറ്റി 5 എണ്ണമാണ്, അത് ഞാൻ പറയുന്നില്ല. അപ്പൊ എന്തായാലും 5-മത്തത് ആഭിചാരം പറ്റാതിരിക്കാൻ കാര്യം. മോളെ 24-ന്റെ 17 ഒന്ന് വായിച്ച. 24:17. ഞാൻ അവനെ കാണും. ഇപ്പോൾ അല്ല താനും. മതി. കർത്താവിന്റെ വരവാ. ഞാൻ അവനെ കാണും. യോബ് അത് തന്നെ പറഞ്ഞേ, അവനെന്നെ കൊന്നാലും ദൈവത്തിന്റെ മകത്ത് ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ഇതാണ് നമ്മുടെ ഉപദേശം. 1 ആഭിചാരം പറ്റാതിരിക്കാൻ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടോണം, 2 സ്നാനപ്പെട്ടോണം, 3 അഭിഷേകം പ്രാപിക്കണം, 4 വേർപാട് പാലിക്കണം, 5 കർത്താവിന്റെ വരവിനായി കാത്തിരിക്കണം. തനിക്കായി കാത്തുനിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ യേശു ഇനി താമസിക്കത്തില്ല. തിരുസഭയെ ചേർക്കാൻ സമയമായി. ഇതാവൻ മേഘാരൂഢനായി വരുന്നെന്ന് വചനത്തിൽ വായിക്കുന്നു. തനിക്കായി കാത്തുനിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ അധികം താമസമെന്നാ വരും. ഞാൻ അവനെ കാണും. പ്രത്യാശയുള്ള ദൈവമക്കൾ അല്പസമയം ദൈവത്തെ സ്തുതിക്കുക. അല്പസമയം എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആരും മൗനമായിരിക്കുന്നത്. സമയം ഒത്തിരി പോയെന്നറിയാം. ഇന്ന് സമാപന യോഗമാ. 2 ശീല് പാട്ട് പാടി ആരാധിച്ച ചങ്ങ് പോയാൽ മതി. അഥവാ ചാകുകയാണെ ഞങ്ങൾക്കും പറയാം, ഏതായാലും പുള്ളി ആരാധിച്ച രാത്രി ആർക്കും ഒന്നും വരികയില്ല, ഒരു കുഴപ്പവും വരികയില്ല. 2 ശീല് പാടി ദൈവത്തെ ഒന്ന് ആരാധിച്ച് ഇന്ന് രാത്രി നമുക്ക് തിരിച്ചു പോകാം. അല്പസമയം ദൈവത്തെ സ്തുതിക്കുക. ഞാൻ അവനെ കാണും. അതാണ് നമ്മുടെ പ്രത്യാശ. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചേ. ഒരു പഴയ പാട്ടിന്റെ 2 ചരണമേ പാടുന്നുള്ളൂ. ഇനി ഉലകത്തിൽ വസിക്കുവാൻ ഗതിയില്ലാത്ത ഗതി ഞാൻ, ഇണയില്ല കൂറും പ്രാവു പകൽ ഞരങ്ങുന്നു ദൂരലോകെ ചേരുവാൻ. ഞരങ്ങുന്നു ദൂരലോകെ ചേർന്ന് കൈയടിച്ച് ചേർന്ന് എന്റെ മണവാളനെ കനിഞ്ഞവനെ നിന്റെ വരവിനു താമസമേറെയാകുമോ? വരവിനു താമസമേറെയോ? മകമകത്വത്തിൻ പ്രഭുവാനി വെളിച്ചത്തിൻ പ്രഭയിൽ ജ്വലിച്ചെങ്ങും വെളിച്ചത്തിൻ സൂതനായി കാക്കണേ എന്നെ. വെളിച്ചത്തിൻ സൂതനായി കാക്കണേ എന്റെ മണവാളനെ എന്നിൽ കനിഞ്ഞവനെ നിന്റെ വരവിനു താമസമേറെയാകുമോ? വരവിനു താമസമേറെയോ? കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഇതുവരെയും എന്നെ കേട്ടിരുന്ന എല്ലാ മാന്യ കർത്തദാസന്മാർ, എല്ലാ മാന്യ മാതാക്കൾ, പിതാക്കന്മാർ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ മഹാകൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് വരെ നിൽക്കുന്നത്. നിങ്ങൾ ഓർക്കുമ്പോൾ എല്ലാവരും എളിയവനെയും കുടുംബത്തെ ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. 1 മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവര്, അല്ലാത്തവരിരുന്നു ഇറങ്ങിപ്പോകരുത്. സ്തോത്രം. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവര് ഒക്കെ നിങ്ങൾ എന്നേക്കും കൂടെ പാർക്കും നമ്മളെല്ലാം എന്നേക്കും വേർപിരിയാതെ ഒരിക്കൽ കൂടെ പാർക്കും നമ്മളെല്ലാം എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. ആമേൻ.
യഹോവ തിരുമകൻ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമകൻ നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം.